ചിന്തയ്ക്കായിട്ട് ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നമ്മുടെ വേദപുസ്തകത്തെ തിരുപ്പി എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. എസ്തേറുடைய புஸ்தகம் 8வது அதிகாரம் அதனுடைய 8வது வசனத்தை கவனிக்கும்படி கேட்டுக்கொள்கிறேன். இப்போது உங்களுக்கு இஷ்டமானபடி நீங்கள் ராஜாவின் நாமத்தினால் யூதருக்காக எழுதி ராஜாவின் மோதிரத்தினால் முத்திரை போடுங்கள். ராஜாவின் பெயரால் எழுதப்பட்டு ராஜாவின் மோதிரத்தினால் முத்திரை போடப்பட்டதை செல்லாமற் போக பண்ணுகிற ஒருவராலும் கூடாது என்றார். മതി. താങ്ക് യു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. നമുക്കെല്ലാവർക്കും தெரிந்ததான ഒരു വേദപകുതിയെത്താണ് இந்த പകലിലെ നാം വാസിച്ചിരിக்கிறோம். ഇവിടെ ഇന്ന് പകലായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്തൊരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. இந்த பகல் வேளையிலே கடந்து வந்திருக்கிற எல்லா தேவ பிள்ளைகளையும் நினைத்து என் தேவனை ஸ்தோத்திரிக்கிறேன். ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനുമായി സ്തോത്രം ചെയ്യുന്നു. மொழிபெயர்ப்பு செய்கிறதான அன்பு ஊழியக்காரருக்குமாய் ஆண்டவரை ஸ்தோத்திரிக்கிறேன். മനോഹരമായ നിലയിൽ ആരാധന ലീഡ് ചെയ്ത ദൈവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്പെട്ടதான നിലമയിലെ ആരാധനയെ നടത്തിന അൻപ് പോദകരെയും ആമേൻ വാഴ്ത്തുகிறேன். എല്ലാവർക്കുമായി സ്തോത്രം. എല്ലാ ദൈവ പിള്ളേകൾക്കുമായി ദേവനുക്ക് നന്ദി ചെലുത്തുകയാണ്. വായിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വാസിച്ച വേദപകുതിയിലെ നമ്മുടെ ഗവനത്തെ തിരുപ്പുവமாக. അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിന്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രയിടുവീൻ. இப்பொழுது உங்களுக்கு இஷ்டமானபடி நீங்கள் ராஜாவின் நாமத்தினால் யூதருக்காக எழுதி ராஜாவின் மோதிரத்தினால் முத்திரை போடுங்கள். തമിഴില് ഇപ്പോഴത് ഉங்களுക്കെന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. തമിഴിലെ ഇപ്പോഴത് உங்களுக்கு എന്ന് ചൊല്ലപ്പെട്ടിരിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. உங்களுக்கு വിരുപ്പമാനപടി നിങ്ങളും എന്ന് ചൊല്ലக்கூடிയതാണ് ഒരു വാർത്ത ഉപയോഗപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതിനൊരു പ്രസക്തിയുണ്ട്, അതற்கொരു മുഖ്യത്വമുണ്ട്. അതിലേക്കാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുവാൻ പോകുന്നത്. அந்த பகுதியிலே உங்களுடைய கவனத்தை திருப்ப விரும்புகிறேன். ഈ വേദഭാഗം ഈ 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ആരോട് പറയുന്നതാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞങ്ങ് അതിന്റെ പശ്ചാത്തലത്തിലോട്ടൊന്ന് പോകുവാൻ പോകും. 8வது அதிகாரம் 8வது வசனம் யார் யாரிடத்திலே சொன்னது என்று சொல்லி ஆமென் சில காரியங்களை சொல்ல விரும்புகிறேன். രാജാവ് അഹശ്വേരോശ് രാജാവ് എസ്തേറിനോടും മൊർദെഖായിയോടും പറയുന്ന വാചകമാണ് നമ്മൾ വായിച്ചത്. അഹശ്വേരു രാജാ എന്ന് ചൊല്ലக்கூடிய മനിതർ എസ്തേറിടത്തിലെയും മൊർദെഖായിടത്തിലെയും சொன்ன വാർത്തയെ தான் നാം വാസിച്ചു കേട്ടു. താൻ പറഞ്ഞത് നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിന്റെ നാമത്തിൽ എന്നാണ് താൻ പറഞ്ഞത്. ഇപ്പോഴും உங்களுக்கு ഇഷ്ടമാനപടി നിങ്ങൾ രാജാവിൻ നാമത്തിനാലേ എന്ന് ചൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് തമിഴിൽ നിങ്ങളെന്ന് പറഞ്ഞോളൂ, അങ്ങനെയാണെങ്കിലും നീങ്ങളും എന്നൊന്ന് പറയണേ, എങ്കിലേ അതിന്റെ അർത്ഥം അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഇവർക്ക് പിടി കിട്ടാൻ പറ്റൂ. അപ്പം ആ നിങ്ങളും എന്നുള്ള വാക്ക് അവിടെ കണ്ടപ്പോൾ, നീങ്ങളും എന്ന് ചൊല്ലக்கூடிய വാർത്തയെ അങ്ങേ പാർത്തപോது എന്റെ മനസ്സിലൊരു ചിന്ത പോയി. എന്നുடைய മനതിലെ ഒരു ചിന്തയുണ്ടാനത്, രാജാവ് അങ്ങനെ പറയണമെങ്കിൽ, രാജാവ് അപ്പടി சொல்ல വേണ്ടുമാനാൽ ഇതിനു മുൻപ് വേറെ ആരോ ഇതുപോലെ രേഖ എഴുതിയിട്ടുണ്ട്. இதற்கு മുൻപതായി വേറെ ഏതോ ഒരു മനുഷ്യൻ അവൻ ഇപ്പടിപ്പെട്ട രേഖ എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് രാജാവ് പറയുന്നത് നിങ്ങളും ഇനിയും ഒരെണ്ണം എഴുതിക്കോ എന്ന് പറയുന്നത്. ആകയാൽ താൻ ராஜாவு சொல்லுகிறார் நீங்களும் ஆமென் இந்த ஆமென் ரேகை எழுதுங்கள் என்று சொல்லி முத்திரை போடுங்கள் என்று சொல்லி. വേറെ ആരോ രാജാവിന്റെ പേരിൽ രേഖ എഴുതിയിട്ടുണ്ട്. ஆமென் வேற ஏதோ மனிதர்கள் ராஜாவினுடைய பெயரிலே முத்திரை பண்ணி இருக்கிறார்கள். പക്ഷേ ഇപ്പം നിങ്ങളും അതുപോലെ നിങ്ങൾക്കും എഴുതാം, അതുപോലെ ഉങ്ങൾക്കും അത് എഴുത முடியும் എന്ന് சொல்லுகிறார். അപ്പൊ അങ്ങനെയെങ്കിൽ, அப்படியானால் നമ്മൾ ഇവിടം ചിന്തിക്കുന്നതിന് മുൻപ് ഇതിനു മുൻപ് ആരാണ് ഇങ്ങനെ ഒരു രേഖ എഴുതിയത് എന്ന് നമ്മൾ നോക്കണം. இதை சிந்திப்பதற்கு முன்பதாக இதற்கு முன்பாய் யார் இப்படிப்பட்ட முத்திரை போடப்பட்ட அனுபவத்தை உண்டு பண்ணினார்கள் என்று சொல்லி கவனிக்க போகிறோம். അതറിയണമെങ്കിൽ, அது நாம் புரிந்து கொள்ள வேண்டுமானால் 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകണം. 3வது அதிகாரத்தினுடைய 12வது வசனத்திலே நாம் கடந்து செல்வோம். முதலாம் மாதம் 13ஆம் தேதியிலே ராஜாவின் சம்பிரதிகள் அழைக்கப்பட்டார்கள். ஆமான் கற்பித்தபடி எல்லாம் ராஜாவின் தேசாதிபதிகளும் ஒவ்வொரு நாட்டின் மேல் வைக்கப்பட்டிருந்த துறைகளும்
ஒவ்வொரு ஜனத்தின் பிரபுக்களும் அந்தந்த நாட்டில் வழங்கும் அட்சரத்திலும் அந்தந்த ஜாதியார் பேசும் பாஷையிலும் எழுதப்பட்டது. ராஜாவாகிய ஆகாஸ்வேருவின் பேரால் அது எழுதப்பட்டு രാജാവിൻ മോതിരത്തിനാൽ മുദ്ര പോടപ്പെട്ടത്. അപ്പൊ ഇവിടെ രാജാവിന്റെ പേരിൽ இங்க ராஜாவினுடைய பெயரிலே രാജാവിന്റെ മുദ്ര കൊണ്ട് മോതിരം കൊണ്ട് മുദ്ര ചെയ്ത് ராஜாவின் மோதிரத்தினாலே முத்திரை போடப்பட்டு ഒരു രേഖ എഴുതിയിട്ടുണ്ട്. ആമേൻ, ഒരു രേഖ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു രേഖ എഴുതാനാണ് 8-ാം അധ്യായത്തിൽ എസ്തേറിനോടും മൊർദെഖായിയോടും രാജാവ് പറയുന്നത്. ഇതുപോലെ ഒരു മുദ്രയെ എഴുതുമ്പടിയാകത്താൻ ആമേൻ 8வது அதிகாரத்திலே മൊർദെഖായിനിടത്തിലെയും എസ്തേറിനിടത്തിലെയും രാജാ ചൊല്ലുகிறார். എന്നിട്ട് അത് രാജമോതിരം കൊണ്ട് മുദ്രയിടാൻ പറഞ്ഞു. ആമേൻ, അത് எழுதி அதற்கு பிற்பாடு ராஜாவினுடைய மோதிரத்தினாலே முத்திரையிட சொல்லுகிறார். ഈ രാജാവിന്റെ രേഖ ആമേൻ, രാജാവിനുடைய നിയമം അല്ലെങ്കിൽ രാജാവിന്റെ പേരിൽ എഴുതുന്ന രേഖ രാജാവിനുடைய பெயரிலே எழுதப்படுகிறதான நியமம் അത് രാജമോതിരം കൊണ്ട് മുദ്രയിട്ട് കഴിഞ്ഞാൽ അത് രാജാവിനുடைய മുദ്ര മോതിരത്തിനാലേ മുദ്രയിടപ്പെട്ടു முடிந்தால் അത് പിന്നെ ആർക്കും ദുർബലപ്പെടുത്താൻ കഴിയത്തില്ലെന്നാണ് നമ്മൾ 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിച്ചത്. அதற்கு பிற்பாடு யாரை கொண்டும் அதை மாற்றி அமைக்க முடியாது என்பதை குறித்து தான் 8வது அதிகாரம் 8வது வசனத்திலே நாம வாசித்தோம். അങ്ങനെയാണെങ്കിൽ ഈ 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ എഴുതിയ രേഖയും രാജമോതിരം കൊണ്ട് മുദ്രയിട്ടതാ. அப்படியானால் 3வது அதிகாரத்தினுடைய 12வது வசனத்திலே ராஜ மோதிரத்தினாலே முத்திரையிடப்பட்டிருக்கிறது. അത് ദുർബലപ്പെടുത്താൻ പറ്റത്തില്ല. ആമേൻ, அதை മാറ്റി அமைப்பதற்கு முடியாது. അത് കറക്റ്റ് ആണ്, വാക്ക് അതാണ്. അത് തിരുത്തി എഴുതാൻ പറ്റത്തില്ല, അത് പിന്നെ മാറ്റാൻ പറ്റത്തില്ല. ആമേൻ, அதை திருப்பி அதை மாற்றி அமைக்க முடியாது. അപ്പം ഇവിടെ എന്താണ് എഴുതിയ രേഖയെന്നും ആരാണ് ഈ രേഖ എഴുതിയതെന്നും നമ്മൾ ഇനി ഒന്ന് നോക്കാൻ പോവാം. ആമേൻ, അത് என்ன எழுதப்பட்டிருக்கிறது என்றும் யார் இதை எழுதினார்கள் என்பதை குறித்து നാം பார்க்க പോകുகிறோം. ഇവിടെ ഈ രേഖ നമ്മളിവിടെ വായിച്ച കൂട്ടത്തിൽ വായിച്ചു. ഇവിടെ ഈ രേഖ എഴുതുന്നതിന്റെ പുറകിൽ പ്രധാന വ്യക്തി ഹാമാൻ എന്നൊരു വ്യക്തിയാണ് ഇതിന്റെ പുറകിലെ പ്രധാന കഥാപാത്രം. இந்த நியமம் எழுதப்படுகிறதான ஸ்தானத்திலே ஆமான் என்று சொல்லக்கூடியதான ஒரு முக்கியமான கதாபாத்திரத்தை கண்டுகொள்ள முடிகிறது. ഈ ഹാമാനാണ് ഈ രേഖ രാജാവിന്റെ എഴുത്തുകാരെ കൊണ്ട് ഇത് ഓരോ രാജ്യത്തെ ഓരോ ഭാഷകളിൽ ഇത് എഴുതിപ്പിക്കുകയാണ്. ആമേൻ, இந்த ஆமான் தான் ராஜாவினுடைய ஆமேன் எழுத்துக்காரர்களை கொண்டு ஆமேன் ஒவ்வொரு ராஜ்யத்தினுடைய பாஷையிலே இதை எழுத வைக்கிறார். അഹശ്വേരോഷ് രാജാവ് ഏതാണ്ട് 127 രാജ്യങ്ങൾ ഇങ്ങനെ ഭരിക്കുന്ന ഒരാളാണ്. അഹശ്വേരു രാജാവ് കിട്ടത്തട്ട 127 നാടുകളെ அரசாண்டு வருகிற ഒരു രാജാ. ആ 127 രാജ്യങ്ങളിലും ഓരോ ഭാഷയാണുള്ളത്. இந்த 127 നാടുകളിലെയും ஒவ்வொரு മൊഴി കൊടുക്കപ്പെട്ടിരിക്കുന്നത്. അതാത് രാജ്യങ്ങളിലുള്ള അതാത് ഭാഷയിൽ ഹാമാൻ ഈ രേഖ എഴുതിപ്പിക്കുക. അന്തந்த നാടുകളിലെ അന്തந்த മൊഴികളിലെ ആമാൻ இந்த ആമേൻ നിരൂപത്തെ എഴുതുகிறாൻ. ഇനി എന്താണ് ഈ ഹാമാൻ എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം. ആമേൻ, என்ன നിബന്ധനയെ ആമാൻ കൊണ്ടുവരുகிறாൻ என்பதை பார்ப்போம். അത് മനസ്സിലാക്കാനായിട്ട് നാം പുരിന്തുകൊള്ളുമ്പടിയാക 13-ാം വാക്യം, അതിന്റെ 13வது വസനത്തെ വേണ്ടി വാസിക്കും. 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, 3வது அதிகாரம் அதனுடைய 13வது வசனம். ஆதார் மாதமான 12ஆம் மாதம் 13ஆம் தேதியாகிய ஒரே நாளிலே சிறியோர் பெரியோர் குழந்தைகள் ஸ்திரீகள் ஆகிய சகல யூதரையும் அழித்து கொண்டு நிர்மூலமாக்கவும் அவர்களை கொள்ளையிடவும் അഞ്ചക്കാരർ കയ്യിലെ രാജാവിൻ നാടുകൾക്കെല്ലാം കട്ടളകൾ അനുപ്പപ്പെട്ടത്. അപ്പൊ അവിടെ എഴുതിയ രേഖ എന്താണെന്ന് നമ്മൾ കാണുക. ആമേൻ, ഇങ്ങ എഴുതപ്പെട്ടിരിക്കുന്ന നിയമം என்ன என்பது ആമേൻ ഇങ്ങ കാണ முடிகிறது. സകല യഹൂദന്മാരെയും സകല യൂദர்களையும் ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ സിറിയോർ പെരിയോർ ആമേൻ പെൺകൾ കൂടെ നശിപ്പിച്ച് ആമേൻ അழித்து போடும்படி കൊന്നുമുടിക്കുകയും ആമേൻ കൊണ്ടുപോടുമ്പടിയാகவும் അവരുടെ വക കൊള്ളയിടുകയും ചെയ്യണം എന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും അഞ്ചൽക്കാർ വശം എഴുതി അയച്ചു. അവர்களை கொள்ளையிட வேண்டும் என்று சொல்லி അഞ്ചൽക്കാരർ വശത്തിലെ ആമേൻ ചെയ്തി അനുപ്പുகிறாൻ. അപ്പൊ 3 കാര്യങ്ങളാണ് ഈ രേഖയ്ക്കകത്ത് പ്രധാനമായിട്ട് എഴുതുന്നത്. ആമേൻ, 3 മുഖ്യമായ കാര്യങ്ങളെ ആമേൻ இந்த നിരൂപത്തിൽ എഴുതുகிறாൻ. അതായത് യഹൂദന്മാരായ സകലരെയും, യൂദர்களായിരിക്കുന്ന എല്ലാ മനുഷ്യരെയും, ഈ സകലരെയും എന്ന് പറഞ്ഞിട്ട് സകലരെയും എന്ന് ചൊല്ലിക്കൊണ്ട് എന്നിട്ട് അവിടെ എടുത്തു പറയുകയാണ്. മറുപടിയും എടുത്തു ചൊല്ലപ്പെടുகிறது. കുഞ്ഞുങ്ങളും
സ്ത്രീകളും കൂടെ. குழந்தைகள் ஸ்திரீகள் கூட. അപ്പൊ അവരെ എടുത്തു പറയുകയാണ്. அங்கே ஆமென் எடுத்து சொல்லப்படுகிறது. അപ്പം ശത്രു ഉന്നം വെക്കുന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ ഇവിടെ സ്ത്രീകളെയും എല്ലാവരെയും ഉന്നം വെക്കുന്നുണ്ട്. എന്നാൽ എടുത്തു പറയുകയാണ് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും. எல்லா மனிதர்களையும் ஆமென் குறிவைக்கிறது என்று சொன்னாலும் அதே வேளையிலே பெண்களையும் அல்லது ஸ்திரீகளையும் குழந்தைகளையும் எடுத்து சொல்லப்படுகிறது. ഞാൻ അതിന്റെ ഒരു കാരണം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ എന്നോട് പിണങ്ങല്ല. ஆமென் அதற்குள்ள ஒரு காரணத்தை சொல்லும்போது இங்க இருக்கிற சகோதரர்கள் என்னிடத்தில் ஆமென் பிணங்க கூடாது. നിങ്ങളിപ്പോ ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ അറിയാം അതിന്റെ കാരണം എന്താന്ന്. ஆமென் நீங்க இங்க கவனித்தால் தெரியும் அதற்கு காரணம் என்ன என்று சொல்லி. ഇവിടെ ഇരിക്കുന്നതിന്റെ 10-1 പോലും ഇപ്പുറത്തില്ല. இங்க இருக்கிறதுல 10ல ஒரு பகுதி கூட சகோதரர்களுடைய வசத்துல இல்லை. ഞാൻ കുറ്റം പറയുകയല്ല, நான் குறை சொல்லவில்லை. അവരൊക്കെ ജോലിക്കൊക്കെ പോകുന്നവരാണ്, എനിക്കറിയാം. அவர்கள் தொழில் மண்டலத்துக்கு கடந்து செல்லுகிறவர்கள் எனக்கு தெரியும். അതിന്റെ അർത്ഥം നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലെന്നും അല്ല. ஆமென் அதனுடைய அர்த்தம் உங்களுக்கு வேற வேலை ஒன்றும் இல்லை என்றும் அல்ல. ചിലർ പറയുന്നത് ഒരു ജോലി ഇല്ലാത്തത് കൊണ്ടായി പെണ്ണുങ്ങൾ ഇങ്ങനെ പാടാനും ആടാനും നടക്കുന്നൊക്കെ പറയുന്നവരുണ്ട്. சிலர் சொல்லுகிறார்கள் ஒரு வேலையும் இல்லாதபடியினாலே ஆமென் இந்த பெண்கள் ஆமென் பாடவும் ஆடவும் திரிகிறார்கள் என்று சொல்லுகிறார்கள். പക്ഷേ ഇവിടെ ഞാൻ ഒരു ആത്മീക സത്യം എന്നെ ദൈവം പഠിപ്പിച്ചത് ഞാനൊന്ന് പറയാം. இங்கே ஒரு ஆவிக்குரிய சத்தியத்தை கர்த்தர் எனக்கு கற்றுக் கொடுத்ததை நான் சொல்ல விரும்புகிறேன். ഒന്ന്, സ്ത്രീകളാണ് പലയിടങ്ങളിലും ഇടിവിൽ നിൽക്കാൻ, പ്രാർത്ഥനയിൽ ഇടിവിൽ നിൽക്കാൻ ദൈവം പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളവർ. ஆமென் காரணம் அநேகமாய் தேவ சமூகத்திலே இடிவில் நிற்பதற்காக மத்தியஸ்தை வகிப்பதற்காக பெண்களை கர்த்தர் ஆமென் பெண்களை உபயோகப்படுத்துகிறார். പുരുഷന്മാർ പലപ്പോഴും പകല് ജോലിക്കും കാര്യങ്ങളിലും ഒക്കെ പോകുന്നത് കൊണ്ട് ஆமென் ஆண்கள் ஆமென் அதிகமாய் பகல் நேரங்களிலே வேலைக்கு கடந்து செல்லுகிறபடியினாலே സ്ത്രീകളാണ് കൂടുതലും പ്രാർത്ഥനയിൽ ഉത്സാഹികളായിട്ടൊക്കെ പലപ്പോഴും നിൽക്കുന്നതായിട്ട് കുടുംബങ്ങളിലായാലും സഭകളിലായാലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. பெண்கள் அதிகமாய் ஆமென் வீடுகளிலேயும் சபைகளிலேயும் தேவ சமூகத்திலே மத்தியஸ்த வகிப்பதை கண்டுകൊள்ள முடியும். അപ്പം ശത്രുവിന് മനസ്സിലായി ഇവരെ ഒതുക്കി നശിപ്പിച്ചു കളഞ്ഞാൽ, ஆனால் சாத்தானுக்கு தெரியும் இவர்களை அழித்து போட்டால் ഈ വളർച്ച അങ്ങ് മുരടിക്കും. ஆமென் இந்த வளர்ச்சியானது ஆமென் நின்று போகும். അപ്പൊ ഇവരെ ക്ഷീണിപ്പിച്ചു കഴിഞ്ഞാൽ, ഇവരെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, இவர்களை அழித்து போட்டால் അത് പിന്നെ ഇവര് പുറത്തോട്ട് ഇറങ്ങത്തില്ല. ആമെൻ அதற்கு பிற்பாடு இவர்கள் வெளியிலே கடந்து வருவதில்லை. അവിടെ ഉപയോഗിച്ച പദം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നശിപ്പിക്കുക എന്ന പദമാണ് ഉപയോഗിച്ചത്. ஆமென் இங்கே சொல்லப்பட்டிருக்கிறது ஆமென் குழந்தைகள் ஸ்திரீகள் ஆகிய யூதர்களை அழித்து என்று சொல்லப்பட்டிருக்கிறது. അപ്പൊ ഈ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നല്ല പ്രധാനമായിട്ടും അർത്ഥം. அழித்து என்று சொல்லப்படும்போது கொலை செய்தல் என்றல்ல அர்த்தம். നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ മാനഭംഗപ്പെടുത്തുക, നാണക്കേടിലേക്കാക്കുക, അവരെ നിന്ദിത പാത്രമാക്കുക എന്നതാണ്. ஆமென் அழித்து என்று சொன்னால் வெட்கப்படுத்துகிறது, அவர்களை ஆமென் ஒரு வெட்கத்தின் சூழ்நிலையிலே கொண்டு போகிற ஒரு அனுபவத்தை தான் அங்கே சொல்லப்படுகிறது. എനിക്കത് ഇവിടെ പരസ്യമായിട്ട് എനിക്കത് പറയാൻ ഒക്കത്തില്ല. ஆமென் இங்கே பரஸ்யமாய் அதை எனக்கு சொல்ல முடியாது. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. நீங்கள் அதை புரிந்து கொண்டிருப்பீர்கள் என்று சொல்லி நான் விசுவாசிக்கிறேன். അപ്പം ഇത് സ്ത്രീകളെ ഈ നിലയിൽ ആക്കുക, பெண்களை இப்படிப்பட்ட நிலைமையிலே மாற்றி அமைக்கிறது. അപ്പൊ അവരെ നാണം കെടുത്തി കഴിഞ്ഞാൽ, അവരുടെ ജീവിതം ആ നിലയിൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ, அவர்களை வெட்கப்படுத்தினால், அவர்களுடைய வாழ்க்கையை அழித்து போட்டால், പിന്നെ അവരെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഉപവസിക്കാനുമായിട്ട് ആലയത്തിൽ പോകാൻ വീടിന്റെ വെളിയിലോട്ട് ഇറങ്ങത്തില്ല. பின்பு அவர்கள் ஜெபிப்பதற்கும் ஆராதிப்பதற்கும் ஆலயத்திலே கடந்து போவதற்கும் வீட்டிலிருந்து வெளியிலே கடந்து வருவதில்லை. കാരണം വെളിയിൽ ഇറങ്ങിയാൽ നാണക്കേട് കൊണ്ട് ആരുടെ മുഖത്തു നോക്കാൻ പറ്റത്തില്ല. காரணம் ஆமென் வெளியிலே கடந்து வருவார்களே ஆனால் ஆமென் வெட்கத்தினாலே யாருடைய முகத்தையும் பார்க்க முடியாது. അതുപോലത്തെ വിഷയത്തിൽ ഇവരെ നാണം കെടുത്തുക എന്നതാണ് ശത്രുവിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. அப்படிப்பட்ட சூழ்நிலையிலே இவர்களை வெட்கப்படுத்த வேண்டும் என்பதுதான் சத்துருவினுடைய முக்கிய திட்டம். ഇനി രണ്ടാമത് അവിടെ പറഞ്ഞത് കുഞ്ഞുങ്ങൾ എന്നാണ് പറഞ്ഞത്. இரண்டாவது அங்கே சொல்லப்பட்டிருக்கிறது குழந்தைகள் என்று சொல்லப்பட்டிருக்கிறது. കുഞ്ഞുങ്ങളെ ലക്ഷ്യമിടുന്നതിന്റെ കാര്യം, குழந்தைகளை இது கவனிப்பதனுடைய காரியம், ഇവരെ ഇവിടെ വെച്ച് തീർത്തില്ലെങ്കിൽ, ஆமென் குழந்தைகளை இங்கே வைத்து அழித்து போடவில்லை என்றால், നാളെയുടെ സഭ എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളാണ്. எதிர்காலத்திலே சபை என்று சொல்லக்கூடியது இந்த தலைமுறைகள். അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ അവര് വളർന്നു വരുന്ന ഈ ഞെടുപ്പിൽ തന്നെ ഇവരെ നുള്ളിക്കളഞ്ഞാൽ, இந்த குழந்தைகள் வளர்ந்து வருகிற ஆரம்பத்திலேயே இவர்களை கிள்ளி போட்டால், പിന്നെ ഇവര് തല പൊക്കത്തില്ല. ஆமென் பின்பு இவர்கள் தலை உயர்த்துவதில்லை. പിന്നെ സഭയില്ല.
பின்பு சபை இல்லை. അപ്പൊ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ 10 ஆண்டுகள் தாண்டும் போது നാളത്തെ സഭയായി തീരേണ്ട കുഞ്ഞുങ്ങളെ ഇന്ന് നാണം കെടുത്തി അവരെ നശിപ്പിച്ചു കഴിഞ്ഞാൽ நாளைய சபை என்று சொல்லக்கூடிய பிள்ளைகளை ஆமென் இன்றைக்கு வெட்கப்படுத்தி அழித்து போட்டால் നാളെ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. நாளை நாம் பயப்பட வேண்டிய தேவையில்லை. അപ്പൊ ഇതുകൊണ്ട് ഇവരെ രണ്ട് കൂട്ടരെയുമാണ് പ്രധാനമായിട്ട് ഹാമാൻ അവിടെ ലക്ഷ്യമിടുന്നത്. ஆகையினாலே இந்த இரண்டு கூட்டத்தையும் தான் முக்கியமாக ஆமான் அவன் கவனிக்கிறான். അപ്പൊ ഒന്നാമത് അവൻ ഉദ്ദേശിക്കുന്നത് ഇവരെ നശിപ്പിക്കുക. ஒன்றாவது ஆமென் அவன் சிந்திக்கிறது இவர்களை அழித்து போடும்படியா. പക്ഷെ അവിടെ കൊണ്ട് അവൻ നിൽക്കുന്നില്ല. ஆமென் அங்கே அவன் நின்று விடவில்லை. എന്നിട്ട് രണ്ടാമത് അവൻ പറയുന്നത് இரண்டாவது அவன் சொல்லுகிறான் കൊന്നു മുടിക്കുക. ஆமென் அழித்து போடுക. കാരണം അവൻ നോക്കിയപ്പോൾ ഈ നശിപ്പിച്ച് കഴിഞ്ഞാലും ചിലപ്പോ ഇവര് നാണക്കേടൊക്കെ ഉണ്ടെങ്കിൽ ഇവര് ചിലപ്പോ പിന്നെ അങ്ങ് പുറത്തിറങ്ങും. அழித்து போட்டாலும் வெட்கம் இருந்தாலும் இவர்கள் பின்பும் ஆமென் வெளியிலே கடந்து வருவார்கள். അതാ ദൈവമക്കളുടെ പ്രത്യേകത. ஆமென் அதுதான் தேவ பிள்ளைகளினுடைய ஆமென் முக்கியத்துவம். പിശാച് നമ്മളെ എത്ര നാണം കെടുത്താൻ നോക്കിയാലും சத்துரு நம்மை எவ்வளவு வெட்கப்படுத்த நினைத்தாலும் അകത്തൊരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ நமக்குள்ளே ஒரு அபிஷேகம் வெளிப்படுமேயானால் അകത്തൊരു തിളപ്പ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ நமக்குள்ள ஒரு அபிஷேகத்தின் வல்லமை வெளிப்படுமேயானால் കർത്താവിന്റെ ദാസൻ ഇന്ന് പകൽ ഇവിടെ പറഞ്ഞതുപോലെ அன்பு ஊழியக்காரர் இந்த பகலிலே சொல்லப்பட்டது ഒരു ശത്രുവിനും നമ്മെ പിടിച്ച് അകത്തിരുത്തുവാൻ കഴിയത്തില്ല. சத்துருவினுடைய வல்லமைக்கும் நம்மை பிடித்தடக்க முடியாது. ഇന്ന് പകൽ എന്നെ ദുഷ്ടൻ എവിടെല്ലാം തകർക്കുവാൻ നോക്കിയാലോ இந்த பகலிலே என்னை சத்துரு எங்கெல்லாம் தகர்க்க பார்த்தாலும் ഞാൻ പിന്നെയും പുറത്തിറങ്ങുമെന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ ആ കൂട്ടമാണ് ദൈവത്തിന്റെ അഭിഷേക്തരായ ദൈവമക്കൾ എന്ന് പറയുന്നവർ. மறுபடியும் நான் வெளிப்பட்டு வருவேன் என்று சொல்லுகிற ஒரு கூட்டம் உண்டு என்று சொன்னால் அதுதான் ஆராதிக்கிற தேவ பிள்ளைகளாகிய நீங்களும் நானும் என்பதை மறந்து போகக்கூடாது. ഇന്ന് പകൽ ആ അഭിഷേകമായി ഇവിടെ വ്യാപരിക്കുന്നത്. இந்த பகலிலே அப்படிப்பட்ட ஒரு அபிஷேகம் தான் இங்க வெளிப்பட்டு நிற்கிறது. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളിൽ പലരെയും അകത്തിരുത്താൻ ശത്രു പലപ്പോഴും വാദിച്ചതാ. கடந்த தினங்களிலே உங்களில் அநேகரை வெட்கப்படுத்தி உள்ளால் அமரும்படி வைக்க சத்துரு திட்டம் பண்ணினதா. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ നാണം കെടുത്തി അകത്തിരുത്താൻ പിശാച് നോക്കിയതാ. உங்களுடைய ஜெபத்திற்கு மறுபடி வரவில்லை என்று சொல்லி வெட்கப்படுத்தி உள்ளாடி அமர வைக்கும்படி சிந்தித்ததுதான் சத்துரு. നിങ്ങളുടെ ഉപവാസം കൊണ്ട് ഒരു കാര്യവും ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങളെ അകത്തിരുത്താൻ പിശാച് നോക്കിയതാ. உங்களுடைய உபவாசத்தினாலே மறுபடி இல்லை என்று சொல்லி உங்களை உள்ளாடி அமர வைக்கும்படி பார்த்ததுதான் சத்துரு. പക്ഷേ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും എന്റെ ഉപവാസത്തിന് മറുപടി കിട്ടിയില്ലെങ്കിലും അടുത്ത ഉപവാസത്തിന് ഞാൻ പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരു കൂട്ടമാ ദൈവത്തിന്റെ അഭിഷേകം. என்னுடைய ஜெபத்திற்கு மறுபடி இல்லைனாலும் உபவாசத்துக்கு மறுபடி இல்லைனாலும் அடுத்த உபவாச கூடுகையிலே கலந்து கொள்வேன் என்பதுதான் தேவ பிள்ளைகளுடைய திட்டம். കാരണം ഞാൻ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത് പ്രാർത്ഥനയുടെ മറുപടി കിട്ടാൻ വേണ്ടി മാത്രമല്ല, நான் தேவனை ஆராதிப்பதற்கு ஆமென் புறப்பட்டது ஜெபத்திற்கு மறுபடி கிடைக்க மட்டுமல்ல, ഞാൻ നിത്യതയിൽ ചെന്നെത്താൻ വേണ്ടിയാ ഇറങ്ങി തിരിച്ചത്. நித்தியதையிலே கடந்து செல்லும்படியாய் தான் நான் புறப்பட்டிருக்கிறேன். അപ്പൊ ഇവിടെ ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും എന്റെ ലക്ഷ്യം നിത്യതയിൽ ചെന്നെത്തണം. இங்க சில ஜெபத்திற்கு மறுபடி இல்லைனாலும் நாம நித்தியதையிலே கடந்து போக வேண்டும். അപ്പൊ അതുകൊണ്ട് ഇവര് നാണമില്ലാതെ പിന്നെയും പുറത്തിറങ്ങുമെന്ന് പിശാചിനറിയാം. ஆகையினாலே வெட்கம் இல்லாம நாம வெளியில புறப்பட்டு வருவோம் என்பது சத்துருவுக்கு தெரியும். അതുകൊണ്ട് അവൻ രണ്ടാമത്തെ പദ്ധതിയെ ആവിഷ്കരിച്ചു. ஆமென். ஆகையினாலே இரண்டாவது திட்டத்தை கொண்டு வருகிறார். അതാണ് കൊന്നുമുടിക്കുക എന്ന് പറഞ്ഞു. ஆமென். அதுதான் நிர்மூலமாக்குகிறது என்று അപ്പൊ சொல்லப்படுகிறது. ഇവരെ എല്ലാം അങ്ങ് കൊല്ലുക. ஆமென். இவர்களை எல்லாம் என்று நிர்மூலமாக்குகிறது. കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇവര് പുറത്തിറക്കത്തില്ലല്ലോ. நிர்மூலமாக்கப்பட்டால் ஆமென் பின்பு புறப்பட்டு வருவதில்லையே. അപ്പൊ അങ്ങനെ കൊല്ലുക എന്നുള്ള പദ്ധതി ഇട്ട് കഴിഞ്ഞ് அப்படி நிர்மூலமாக்குக என்ற திட்டத்தை நிறைவேற்றி അവൻ മൂന്നാമതൊരു പദ്ധതിയും കൂടെ ഇട്ടു. அவன் மூன்றாவது ஒரு திட்டத்தை கொண்டு வருகிறான். അതെന്താന്ന് ചോദിച്ചാൽ ഇവരെ കൊള്ളയിടുക എന്ന പദ്ധതി. ஆமென். அடுத்த திட்டம் ஆமென் இவர்களை கொள்ளையிட வேண்டும். ഈ രണ്ടാമത്തേത് ചെയ്തു കഴിഞ്ഞാൽ இரண்டாவது செய்து முடித்தால் പിന്നെ മൂന്നാമത്തേത് ചെയ്യാൻ ഒരു പ്രയാസവുമില്ല. மூன்றாவது செய்த காரியம் ஆமென் மூன்றாவது செய்ய போகிற காரியத்துக்கு எந்த கடினமும் இல்லை.
കാരണം എല്ലാവരെയും കൊന്നു കഴിഞ്ഞാൽ ആമേൻ എല്ലാവരെയും നിർമൂലമാക്കി പോട്ടാൽ പിന്നെ അവരുടെ സമ്പത്ത് പോയി കൊള്ളയടിച്ചാൽ അവരാരും എതിർക്കാനൊന്നും ചത്തു കിടക്കുന്നിടത്തൊന്നും എഴുന്നേറ്റൊന്നും വരത്തില്ല. ആമേൻ പിൻപ് അവர்கள் ആമേൻ മരിத்து കിടக்கிறவர்கள் எழும்பி வந்து ഒന്നും செய்வதில்லை. അപ്പൊ അതുകൊണ്ട് ഈസി ആയിട്ട് കൊള്ളയടിച്ചുകൊണ്ട് പോകാം. ആകയാൽ ഈ ആമേൻ സീക്കിരമായി കൊള്ളയടിച്ചു കൊണ്ട് ചെല്ല முடியும். അപ്പൊ ഇതാണ് ഇവന്റെ പദ്ധതിയിൽ ഇവൻ എഴുതിയ ഉണ്ടാക്കിയ രേഖ. ആമേൻ இதுதான் அவனுடைய ആമേൻ திட்டத்திலே அவன் உருவாக்கப்பட்டதான ആമേൻ തീരുമാനം. ഈ രേഖയാണ് ആമേൻ இந்த തീരുമാനം தான் രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രയിട്ടത്. രാജാവിനുடைய മുദ്ര മോതിരത്തിനാലെ മുദ്രയിടപ്പെട്ടത്. അപ്പം അങ്ങനെ മുദ്രയിട്ടത് കൊണ്ട് அப்படி முத்திரையிட்டபடியினாலே ഇതിനി തിരുത്താൻ പറ്റത്തില്ല. இதை திருத்த முடியாது. അങ്ങനെ ഒരു നിലയിലാണ് ഇത് എഴുതി മുദ്രയിട്ടത്. அப்படிப்பட்ட ஒரு நிலைமையிலே தான் இது எழுதி മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. യഹൂദരായ ദൈവജനത്തിന് വിരോധമായിട്ട് ശത്രുവായ ഹാമാനാണ് ആദ്യത്തെ രേഖ എഴുതി വെച്ചത്. ஆமென். யூதர்களாய் இருக்கிற தேவ பிள்ளைகளுக்கு விரோதமாய் ஆமான் என்று சொல்லுகிற மனிதன் தான் முத்திரை மோதிரத்தை கொண்டு முத்திரையிடுகிறான். പക്ഷെ ഈ ഹാമാൻ ഇത് ഇങ്ങനെ എഴുതാൻ ഒരു കാരണമുണ്ട്. ആമേൻ. ആമാൻ എന്ന് சொல்லக்கூடிய മനുഷ്യൻ இப்படி எழுதுவதற்கு ஒரு ஆமென் காரணம் இருந்தது. ആ കാരണം എന്താന്ന് നമുക്ക് നോക്കാം. அந்த காரணம் என்ன என்று வந்து பார்ப்போம். ആ 3-ാം അധ്യായം அந்த 3வது அதிகாரம் അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ ആദ്യം അതിന്റെ 6ാം വാക്യം വായിക്കാം. അതിന്റെ 6வது വചനത്തെ കൊണ്ട് വാസിப்போம். അപ്പൊ അവിടെ പറഞ്ഞത് ഇങ്ങ ചൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ മൊർദെഖായെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് മോർദെഖായിനുடைய മേൽ മാത്രം അവൻ കൈപോടുവത് അത് എന്തോ ഒരു വലിയ കുറച്ചിലായിട്ട് ഹാമാന് തോന്നിയത്. അത് അല്പകാര്യമായി ഹാമാനുക്ക് കണ്ടത്. അപ്പൊ അതുകൊണ്ട് അവൻ എന്തോ ചെയ്തു. ആകയാൽ അവൻ എന്നെ ചെയ്താൻ എന്ന് കേട്ടാൽ ഈ മൊർദെഖായിയുടെ ജാതി ഏതാണെന്ന് അവൻ കണ്ടുപിടിച്ചു. അവൻ മോർദെഖായിനുடைய ജാതി என்ன என்பதை അവൻ കണ്ടുപിടിച്ചിട്ട് അവൻ കണ്ടുപിടിത്തதற்கு പിற்பாடு അതിന്റെ വെളിച്ചത്തിലാണ് ഈ ജാതിയെ മുഴുവനും കൂടെ നശിപ്പിക്കാൻ ഇപ്പൊ ഇവൻ ഈ രേഖ എഴുതി ഉണ്ടാക്കുന്നത്. அதனுடைய அடிப்படையிலே தான் இந்த ஜாதி முழுவதையும் அழிக்கும்படி ஆமென் இவன் இந்த நிருபத்தை எழுதுகிறான், கடிதத்தை எழுதுகிறான். 6ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് മൊർദെഖായെ മാത്രം കൊല്ലുന്നത് അവൻ ഒരു നിന്ദ്യ കാര്യമായിട്ട് തോന്നി. ஆமென். 6வது வசனத்திலே நாம பார்த்தது மோர்தெகாயை மாத்திரம் ஆமென் கொண்டுപോடுவது அற்ப காரியமாய் கண்டது. അങ്ങനെയാണെങ്കിൽ ഇവൻ എന്താ ഈ മൊർദെഖായോട് ഇവനുള്ള ദേഷ്യം എന്താണെന്നും കൂടെ അറിയണമല്ലോ. ஆமென். அப்படி என்று சொன்னால் மோர்தெகாயினிடத்திலே இவனுக்கு என்ன கோபம் இருந்தது என்பதை நாம் அறிந்து கொள்ள வேண்டும். അതറിയാനാണ് 5ാം വാക്യം നമ്മൾ அதை புரிந்து கொள்ளும்படி தான் 5வது வசனத்தை வாசிக்க கேட்போம். ஆமான் மொர்தெகாய் தன்னை வணங்கி நமஸ்கரியாததை கண்டபோது மூர்க்கம் நிறைந்தவனானான். അപ്പൊ ഈ മൊർദെഖായി ഹാമാനെ വണങ്ങുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് മൊർദെഖായോട് ഹാമാന് കോപം ഉണ്ടായത്. ஆமென். மோர்தெகாய் ஆமானை வணங்கவில்லை என்பதை கண்டபோதுதான் மோர்தெகாயினிடத்திலே ஆமானுக்கு கோபம் வந்தது. അപ്പം അവന്റെ മനസ്സിനകത്ത് ഈ മൊർദെഖായെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ആദ്യം ഒരു ചിന്ത കയറി. அவனுடைய இருதயத்திலே மோர்தெகாயை எப்படியாகிலும் அழிக்க வேண்டும் என்று சொல்லி ஒரு சிந்தை உண்டானது. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് അവൻ ഈ ചിന്ത വന്നത്. ஆமென். அதற்கு பிற்பாடு மறுபடியும் அடுத்த சிந்தை வருகிறது. ഈ മൊർദെഖായെ മാത്രം നശിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. இந்த மோர்தெகாயை மட்டும் அழித்து போடுகிறதினாலே காரியமில்லை. അതുകൊണ്ട് ഇവന്റെ ജാതിയെ മുഴുവനും അങ്ങ് നശിപ്പിക്കും. ആകയാലേ ഇവനുடைய കുലം മുഴുവനും അழித்து പോട வேண்டும். കാരണം ഇവനെ നശിപ്പിച്ചാൽ, ഇവനെ അழித்து പോട്ടാൽ ഇവനെ പോലെ വേറെ ഒരുത്തൻ ഇനിയും ഇവന്റെ ജാതിയിൽ കാണും. ഇവനെ പോലെ ഇന്നൊരുവൻ ഇവനുடைய ജാതിയിലെ ഉരുവാക്കപ്പെടുവാൻ. നാളെ അവൻ എന്നെ കണ്ടാൽ, നാളെയ ദിനത്തിലെ അവൻ എന്നെ കാണുമ്പോൾ അവനും ഈ മൊർദെഖായുടെ സെയിം പരിപാടി കാണിക്കും. ആമേൻ. അവനും இந்த மோர்தெகாயை போல அவனுடைய സെയിം സൂழ்நிலையை വെളിപ്പെടുത്തുവാൻ. അവനും എന്നെ വണങ്ങത്തില്ല, അവനും എന്നെ വണങ്ങുവതില്ല. ഇനി അവനെയും ഞാൻ ഒറ്റയ്ക്കങ്ങ് കൊന്നാൽ, ആമേൻ, അവനെയും ഞാൻ തനിപ്പെട്ട നിലമയിലെ കൊണ്ടുപോട്ടാൽ, അടുത്ത ദിവസം 3ാമതൊരാൾ അവന്റെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേൽക്കും. അടുത്ത ദിനത്തിലെ 3ാவது ഒരു മനുഷ്യൻ അവനുடைய കൂട്ടത്തിൽ എഴുമ്പി വരുവാൻ. അവനും ഇത് തന്നെ കാണിക്കും. അവനും ഇതേ ചെയ്യുവാൻ. അവനും എന്റെ മുമ്പിൽ വണങ്ങത്തില്ല, അവനും എനിക്ക് മുൻപതായി വണങ്ങുവതില്ല. ഇന്ന് പകൽ മനസ്സിലാക്കിക്കോണം, പകൽ വേള പുരിന്തുകൊള്ള വേണ്ടും. ഒരു ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നതുകൊണ്ട്
ക്രിസ്ത്യാനിത്വം അവസാനിക്കുന്ന ലോകമല്ല ഇന്ന് പകൽ ഞാനും നിങ്ങളും സേവിക്കുന്ന ഈ കർത്താവിനെ പിൻപറ്റുന്നതിന്റെ ഭാഗ്യം. ഒരു ഗ്രഹാം സ്റ്റൈனை கொண்டதினாலே ആമൻ നിന്നു പോവതല്ല ആമൻ ക്രിസ്തവ ജീവിതം എന്ന് ചൊല്ലக்கூடிയത്. ഒരു ഗ്രഹാം സ്റ്റെയിൻസ് പോയാൽ 1000 ഗ്രഹാം സ്റ്റെയിൻസ്മാർ ഇവിടെ എഴുന്നേൽക്കും. ആമൻ ഒരു ഗ്രഹാം സ്റ്റൈൻ അലിക്കപ്പെടുവാറേ ஆனால் 1000 ഗ്രഹാം സ്റ്റൈൻ இந்த ദേശത്തിലെ ഉരുവാക്കപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് ഇവന് മനസ്സിലായി ഇവരെ ഒരാളെ മാത്രമായിട്ട് കൊന്നിട്ട് കാര്യമില്ല, മുഴുവൻ എണ്ണത്തിനെയും കൊല്ലണം. ആകയിനാലെ താൻ അവൻ പുരിந்து கொண்டான் ഒരുവരെ മാത്രം കൊല്ലുവതിലെ പ്രയോജനമില്ല, ഇവர்கள் എല്ലാവരെയും കൊலை செய்ய வேண்டும். നാളുകളിൽ ഭാരത സഭയ്ക്ക് വരാൻ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് ഇന്ന് പകൽ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ദൂതായിട്ട് വിളിച്ചു പറയുന്നത്. നാളെയ ദിനങ്ങളിലെ നമ്മുടെ ഭാരതത്തിൻ സഭകളിലെ സംഭവിക്കാൻ പോകുന്നത് இந்த പകലിലെ ആവിயின் நிறைவிலே പരിശുദ്ധ ആവിയാനവർ ആമേൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുലശേഖരത്തുള്ള ഫുൾ ഗോസ്പൽ ചർച്ചിലെ ദൈവമക്കൾ കരുതിയിരുന്നോണം. കുലശേഖരത്തിലുള്ളതാണ് ഫുൾ ഗോസ്പൽ സഭയുടെ ദേവ പിള്ളകൾ ആയത്തമായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് ഈ ദൂതെന്ന് ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ വിളിച്ചു പറയുക. ആകയിനാലെ ഇതൊരു മുൻ എച്ചരിക്കയാണ് ദേവനുடைய വാർത്ത എന്ന് ചൊല്ലി ഞാൻ ആവിയിലെ അழைத்து ചൊല്ലുகிறேன். അപ്പൊ ഇവരെ മുഴുവൻ കൊല്ലുവാനായിട്ട് ഹാമാൻ തീരുമാനിച്ചു. ഇവരെ മുഴുവനും അழித்து പോടുம்படியாய் ആമാൻ തീരുമാനം പണിനാൻ. അവൻ രേഖ എഴുതിയുണ്ടാക്കി. അവൻ നിരൂപത്തെ എഴുതിനാൻ. ആ രേഖ ദേശം മുഴുവൻ കൊടുത്തയച്ചു, അഞ്ചൽക്കാർ വഴി കൊടുത്തയച്ചു. அந்த கட்டளை ஆமென் தேசத்திலே அஞ்சல்காரர்கள் முகாந்திரமாய் கொடுத்தனுப்பப்பட்டது. ഇതിന്റെ ഒരു പകർപ്പ് ആമെൻ ഇതിന്റെ ഒരു പകുതി മൊർദെഖായുടെ കയ്യിൽ കിട്ടി. മൊർദെഖായിയുടെ കരത്തിലെ കിടത്തത്. നോക്കിക്കേ, അതിന്റെ 4-ാം അധ്യായം അതിന്റെ 4-ാമത് അധികാരം 8-ാം വാക്യം, അതിന്റെ 8-ാമത് വചനം. അപ്പം ഇത് എഴുതിയുണ്ടാക്കിയതിന്റെ ഒരു പകർപ്പ്, ഒരു കോപ്പി മൊർദെഖായുടെ കയ്യിൽ അവനും കിട്ടി. ആമേൻ. ഇത് ഉരുവാക്കപ്പെട്ടതിനുടെ ഒരു കോപ്പി മൊർദെഖായിയുടെ കരത്തിലെ കിടത്തത്. അവൻ ആ കോപ്പിയും കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ആമേൻ. அந்த കോപ്പിயை கொண்டு தான் தேவ சமூகத்திலே வருகிறான். 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 4-ാമത് அதிகாரத்தினுடைய 1-ாவது வசனம். நடந்த யாவற்றையும் மொர்தெகாய் அறிந்தபோது மொர்தெகாய் தன் வஸ்திரங்களை கிழித்து ரெட்டுடுத்தி சாம்பல் போட்டுக்கொண்டு நகரத்தின் நடுவே புறப்பட்டு போய் துயரமுள்ள மகா சத்தத்துடனே அலறிக்கொண்டு ராஜாவின் அரண்மனை வாசல் முகப்பு மட்டும் வந்தான். അവൻ ആ പടിവാതിൽക്കൽ വരെ വന്നു. അവൻ അരൺമனை വാസൽ വരെ അവൻ കടന്നു വരികയാണ്. പട്ടണത്തിന്റെ നടുക്ക് അവൻ ചെന്ന് ഈ റെട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടുകൊണ്ട് റെട്ടുടുത്ത് അവൻ ഇരിക്കുകയാണ്. ആമേൻ. പട്ടണത്തിനുடைய വാസലിലെ ആമേൻ അവൻ കടന്നുപോയി, അരൺമനയിലെ കടന്നുപോയി റെട്ടിലെയും സാമ്പലിലെയും അവൻ ഉட்கார்ந்து കൊള്ളുകയാണ്. അവൻ അങ്ങനെ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ്. ആമേൻ. അവൻ അങ്ങേ ഉட்கார்ந்து ആമേൻ ദേവ സമൂഹത്തിലെ അലറുകയാണ്. അപ്പൊ ഇത് കൊട്ടാരത്തിനകത്തിരിക്കുന്ന എസ്തർ ഇത് അറിഞ്ഞു. ഇത് അരൺമനയ്ക്കുള്ളിരിക്കുന്ന എസ്തർ ആമേൻ അറിഞ്ഞുകൊണ്ടാൽ. എസ്തറും മൊർദെഖായും തമ്മിലുള്ള ബന്ധമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. ആമേൻ. എസ്തറും ആമേൻ മൊർദെഖായ്ക്കുമുള്ള റിലേഷൻഷിപ്പ് உங்களுக்கு தெரிந்திருக்கிறபடியினாலே நான் அதற்கு முன்னாய் கடந்து போகவில்லை. அப்ப எஸ்தர் അങ്ങോട്ട് ആളിനെ പറഞ്ഞയച്ചു. ആമേൻ. എസ്തർ മൊർദെഖായിനിടത്തിലെ ആളെ അനുപ്പുகிறாள். 4-ാം വാക്യം, 4-ാം അധ്യായം 4-ാം വാക്യം, 4-ാമത് அதிகாரம் அதனுடைய 4-ாவது வசனம். எஸ்தரின் தாதிமார்களும் அவளுடைய பிரதானிகளும் போய் அதை அவளுக்கு அறிவித்தார்கள். அதனாலே ராஜாத்தி மிகவும் துக்கப்பட்டு மொர்தெகாய் உடுத்தியிருந்த ரெட்டை எடுத்து போட்டு அவனை உடுத்துவிக்கிறதற்கு வஸ்திரங்களை அனுப்பினால் அவனோ அவைகளை ஏற்றுக்கொள்ளாதிருந்தான். എസ്തർ ഇത് അറിഞ്ഞ ഉടനെ അവൾ ചെയ്തത് എന്താണെന്ന് അറിയാമോ? ആമേൻ. എസ്തർ ഇதை കേൾവിപ്പെട്ടപ്പോൾ അവൾ ചെയ്ത കാര്യം என்ன தெரியுமா? കൊട്ടാരത്തിനകത്ത് രാജ്ഞിയായിട്ടിരിക്കുന്ന എസ്തർ, അരൺമനയ്ക്കുള്ളേ രാജാത്തിയായി ഇരിക്കുന്ന എസ്തർ, വില കൂടിയ വസ്ത്രം ധരിച്ചിരിക്കുന്ന എസ്തർ, വില ഉയർന്ന വസ്ത്രത്തെ ഉടുത്തിക്കൊണ്ടിരിക്കുന്ന എസ്തർ, നല്ല മോടിയോടുകൂടെ ഒരുങ്ങി നിൽക്കുന്ന എസ്തർ, ആമേൻ, നല്ല അഴകാக ആമേൻ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന എസ്തർ, തലയിൽ രാജ്ഞിയുടെ കിരീടം ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ആമേൻ. തലയിലെ രാജകിരീടം, ആമേൻ, റാണിയുടെ കിരീടമുണ്ടോ എന്ന് എനിക്ക് தெரியாது. എങ്കിലും ഒട്ടും കുറവില്ലാതെ നല്ല പ്രൗഢിയിൽ ഒരുങ്ങി നിൽക്കുന്ന എസ്തർ, ஆனால் ஒன்றுக்கும் குறைவில்லாம நல்ல மேன்மையாய் ആമേൻ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന എസ്തർ, അവൾ നോക്കിയപ്പോൾ അവളുടെ
അങ്കിള് മോർദേക്കായി ரெட்டுடுத்துകൊണ്ട് പട്ടണത്തിന്റെ നടുക്കിരിക്കുന്നു. அவள் பார்க்கிற வேளையிலே அவளுடைய சிறிய தகப்பனாகிய மொர்தெகாய் ஆமென் ரெட்டுடுத்தி பட்டணத்தின் நடுவிலே அமர்ந்திருக்கிறார். അത് അവൾക്കൊരു വലിയ നാണക്കേട് പോലെ. அது அவளுக்கு ஒரு வெட்கக்கேடாய் மாறிச்சு. അവൾ നല്ല രാജവസ്ത്രം ധരിച്ചിരിക്കുമ്പോൾ, அவள் நன்றாய் ராஜவஸ்திரத்தை உடுத்திக் கொண்டிருக்கும் போது ഒരു കീറിയ ചാക്കൊക്കെ വലിച്ചു വാരി ദേഹത്തിട്ടുകൊണ്ട് ഒരുവൻ ഇതാ അവിടെ പട്ടണത്തിന്റെ വാതിൽക്കലിരിക്കുന്നു. அவன் கிழிந்த ரெட்டை உடுத்திக் கொண்டு ஒருவன் பட்டணத்தின் வாசலிலே அமர்ந்திருக்கிறான். അവൾ ഉടനെ നല്ലൊരു വസ്ത്രം മോർദേക്കായ്ക്ക് അങ്ങോട്ട് കൊടുത്തയച്ചു. அவள் நல்ல ஒரு வஸ்திரத்தை மொர்தெகாய்க்கு அனுப்பி வைக்கிறாள். എന്നിട്ട് അത് അവൻ മാറി അത് ഇടാൻ പറഞ്ഞു. ஆமென். அந்த ரெட்டை மாற்றிக்கொண்டு அந்த நல்ல வஸ்திரத்தை உடுத்திக் கொள்ள சொல்லுகிறாள். പക്ഷേ അവൻ അത് വാങ്ങിച്ചില്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ஆனால் அவன் அதை ஏற்றுக்கொள்ளவில்லை என்று சொல்லி எழுதப்பட்டிருக்கிறது. ഞാൻ എന്റെ ഒരു ചിന്ത പറയാം. நான் என்னுடைய ஒரு சிந்தையை ഈ சொல்லுகிறேன். മോർദേക്കായ് ആരാണെന്ന് നിങ്ങൾ അറിയണം. மொர்தெகாய் யார் என்று நீங்கள் புரிந்து கொள்ள வேண்டும். രാജാവിന്റെ പടിവാതിൽക്കൽ ഇരിക്കുന്ന ഒരു സെക്യൂരിറ്റിയെ പോലെ ഒരു കാവൽക്കാരനാണ് ഈ മോർദേക്കായ്. ராஜாவினுடைய அரண்மனை வாசல் காவல்காரனா இருக்கிற காவல்காரன் தான் இந்த மொர்தெகாய். അപ്പൊ ഇവന് നല്ല വസ്ത്രമൊന്നും ഇല്ലാത്തവനല്ല. ഇവൻ നല്ല വസ്ത്രം ഇല്ലാത്ത മനിതനല്ല. ഇവന് കാരണം രാജാവ് എപ്പം അതിലെ കൊട്ടാരത്തിന്റെ വെളിയിൽ പോയാലും അകത്തോട്ട് വരുമ്പോഴും ഇവനെ കാണുന്നത് അവിടെ. ആമേൻ. രാജാ എപ്പോ அரண்மனையிலிருந்து வெளியில கடந்து போனாலும் உள்ளாடி கடந்து வந்தாலும் இவனை பார்த்து தான் கடந்து செல்ல வேண்டும். അപ്പൊ അങ്ങനെ രാജാവിന്റെ മുൻപിൽ പ്രത്യക്ഷനാകുന്ന ഒരു മനുഷ്യൻ ചുമ്മാതെ പിഞ്ഞിക്കീറിയ വസ്ത്രം ഇട്ടുകൊണ്ട് അവിടെ പടിവാതിൽക്കൽ ഇരിക്കാൻ ഒക്കത്തില്ല. அப்படி ராஜாவுக்கு முன்பாய் வெளிப்படுகிற ஒரு மனிதன் கிழிந்த வஸ்திரத்தை உடுத்திக்கொண்டு பட்டணத்தினுடைய வாசலிலே இருக்க முடியாது. ഒന്നുകിൽ അവന് അവിടുന്ന് കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന നല്ല യൂണിഫോം ഉണ്ട്. ആമേൻ. ഒരുവേളை அரண்மனையிலிருந்து கொடுக்கப்பட்ட நல்ல യൂണിഫോം இருக்கலாம். അല്ലെങ്കിൽ അവന്റേതായ ഏറ്റവും നല്ല വസ്ത്രം അവൻ ഉള്ളവനാ. அல்லது ആമേൻ അവനുക്കുള്ള ആമേൻ மிகவும் அதிக ആമേൻ நல்லதான വസ്ത്രം അവനുക്കുള്ളുണ്ട്. പക്ഷേ അവന് വസ്ത്രം ഇല്ലാഞ്ഞിട്ടല്ല അവൻ ഇപ്പൊ ഈ റെട്ടുടുത്ത് ചാക്ക് കീറിയ ചാക്ക് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. വസ്ത്രം ഇല്ലാത്തപടിയാലേ അല്ല റെട്ടുടുത്തിക്കൊണ്ട് കിളിந்த ആമേൻ ചാക്ക് പോട്ടുകൊണ്ട് അമർന്നിരിപ്പത്. അവന്റെ ഹൃദയത്തിന്റെ തകർച്ച കാരണമാണ് അവനിപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ വന്നിരിക്കുന്നത്. ഹൃദയം ഉടയ്ക്കപ്പെട്ടപടിയാലേ താൻ അവൻ இந்த നിലമയിലെ വന്നിരിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, വേറെ ജോലിയൊന്നും ചെയ്യാൻ ഇല്ലാഞ്ഞിട്ടല്ല ഇത്രയും ദൈവമക്കൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇവിടെ വന്നിരിക്കുന്നത്. இந்த பகலிலே நான் ஒன்றை சொல்லுகிறேன். ஆமென். வேற வேலை இல்லாததினாலே அல்ல இத்தனையும் தேவ பிள்ளைகள் இந்த பகலிலே தேவனுடைய ஆலயத்திலே வந்திருப்பது. നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ പോയി ചെയ്യാമായിരുന്നു. ആമേൻ. உங்களுக்கு ஏதோ நல்ல காரியங்களை செய்யலாமாயிருந்தது. എന്നാൽ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ വന്നിരുന്ന റെട്ടുടുത്ത് കണ്ണീരോട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ വന്നെങ്കിൽ അതിന്റെ പുറകിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തെ നൊമ്പരമാണ് അതിന്റെ കാരണമായി തീരേണ്ടത്. இந்த பகலிலே நீங்கள் தேவ சமூகத்திலே உபவாசத்தோடும் கண்ணீரோடும் வந்திருக்கிறீங்கன்னா ஆமென் அதனுடைய மறுபடி தான் ஆமென் நாம தேவ சமூகத்திலே அமர்ந்து എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ തലമുറയെയും കർത്താവിന്റെ ദാസൻ മുമ്പേ പറഞ്ഞതുപോലെ ശത്രു ഉന്നം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രാജവസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ റെട്ടുടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ വന്നിരിക്കും. എന്നെയും என்னுடைய தலைமுறை என்னுடைய குடும்பத்தையும் சத்துரு ஆமென் குன்ன வைத்திருக்கும் போது எனக்கு அமைதியாக இருக்க முடியாது. ஆமென். உபவாசத்தோடும் கண்ணீரோடும் தேவ சமூகத்திலே அமர்ந்திருக்கதான் முடியும். അതുകൊണ്ടാ ഇന്ന് പകൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ஆகையினால தான் இந்த பகலிலே நாம் இங்க வந்திருக்கிறோம். അവനത് വാങ്ങിച്ചില്ല. அவன் அதை வாங்கவில்லை. എന്നാൽ അവനെ ഇനി വാങ്ങിക്കുന്ന ഒരു സമയമുണ്ട്. അത് ഞാൻ പിന്നെ പുറകാലെ കാണിക്കാം. அதை பெற்றுக்கொள்ளுகிற ஒரு நேரம் உண்டு. அதை நான் பின்னாடி சொல்லி வருகிறேன். അപ്പൊ ഇവൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ കരഞ്ഞു. ഇപ്പോൾ എസ്തർ കൊട്ടാരത്തിനകത്തിരിക്കുകയാണ്. ஆமென். எஸ்தர் அரண்மனைக்குள்ளே இருக்கிறார். ഇനി ഞാൻ എസ്തറിനെ കുറിച്ചൊന്ന് പറയാം. ஆமென். இனி எஸ்தரை குறித்து சில காரியத்தை சொல்லுகிறேன். ഈ മോർദെക്കായും എസ്തറും ഒരേ ജാതിയിൽപ്പെട്ടവരാ. இந்த மொர்தெகாயும் எஸ்தரும் ஒரே குலத்தை சேர்ந்தவர்கள். രണ്ടുപേരും യഹൂദരാ. இரண்டு பேரும் யூதர்கள். എന്നാൽ യഹൂദന്മാർക്ക് വിരോധമായിട്ട് ഹാമാൻ എഴുതി പുറപ്പെടുവിച്ച കൽപ്പന, യൂതர்களுக்கு விரோதமாய் ஆமான் எழுதி ഉണ്ടാക്കുന്നതാണ് ആമേൻ തീർമാനം. ഈ കൊട്ടാരത്തിൽ നിന്ന് രാജമോതിരം കൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് മുദ്ര ചെയ്ത് പുറത്തു വന്ന രേഖ. ആമേൻ. அரண்மனையிலிருந்து முத்திரை மோதிரத்தினாலே ஆமேன் புறப்பட்டு வருகிறதான ஆமேன் இந்த நிபந்தனை. ഈ രേഖയെ കുറിച്ച് ആമേൻ. இந்த രേഖയെ குறித்து അരമനയ്ക്കകത്തിരിക്കുന്ന എസ്തർ
എസ്തർ അറിഞ്ഞില്ല. ஆமென். அரண்மனைக்குள் அமர்ந்திருக்கிற எஸ்தர் அதை தெரிந்து கொள்ளவில்லை. മനസ്സിലായോ? புரிந்து கொண்டீர்களா? മനസ്സിലായില്ല, പറയാം. ஆமென். புரியலன்னு நினைக்கிறேன். ஆமென். மறுபடியும் சொல்லுகிறேன். എസ്തർ ദൈവസഭയെ കാണിക്കുന്നതാ. ஆமென். எஸ்தர் தேவ சபையை காட்டுகிறது. അപ്പം ദൈവസഭയ്ക്കകത്ത്, தேவ சபைக்குள்ளே ഇന്ന് പലർക്കും ഉള്ള പ്രവൃത്തി എന്താന്ന് ചോദിച്ചാൽ, ஆமென், இன்றைக்கு பலருடைய கிரியை என்ன என்று கேட்டால், അവരുടെ ആലയത്തിന്റെ 4 ചുവരുകൾക്കകത്ത് വന്നിരുന്ന്, ஆமென், அவர்களுடைய ஆலயத்தினுடைய 4 சுவர்களுக்குள்ளே வந்து அமர்ந்து ഇവിടെ ഇരുന്ന് കുറെ പാട്ടും പാടി കയ്യും തട്ടി അന്യഭാഷയും പറഞ്ഞ് இங்கே அமர்ந்து ஆமென் சில பாட்டுகளை பாடி கரங்களை அடித்து ஆமென் அந்நிய பாஷையை பேசி ഒരു നല്ല പ്രസംഗവും കേട്ട് நல்ல ஒரு செய்தியையும் கேட்டு കുറച്ച് നേരം ആത്മാവിലൊക്കെ ഒന്ന് ആരാധിച്ച് கொஞ்ச நேரம் ஆவியின் ஆழங்களிலே ஆராதித்து പിന്നെയും പുറത്തിറങ്ങി പോകും. ஆமென். மறுபடி இல்லத்திற்கு கடந்து செல்கிறோம். അടുത്ത മീറ്റിംഗ് ഉള്ളപ്പോൾ വീണ്ടും ഇതുപോലെ വരും. அடுத்த ஆராதனையுள்ள நேரங்களிலே மறுபடியும் வருகிறோம். വീണ്ടും ഇവിടെ വന്നിരുന്ന് ആരാധിക്കും, സന്തോഷിക്കും, എല്ലാം ചെയ്യും. மறுபடியும் இங்கே வந்து ஆராதிக்கிறோம், சந்தோஷப்படுகிறோம், எல்லாவற்றையும் செய்கிறோம். അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. அது வேண்டாம் என்று நான் சொல்லவில்லை. ഇന്ന് പകൽ അത് ചെയ്യുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പകലിലെ அதை செய்கிற உங்களை நினைத்து நான் தேவனை துதிக்கிறேன். ஹalleluya. പക്ഷേ അതുകൊണ്ട് നിൽക്കരുത്. ആമേൻ. அப்படியே நின்று விட கூடாது. നിങ്ങൾ ഈ രാജകൊട്ടാരത്തിനകത്തിരിക്കുന്ന രാജ്ഞിയായ എസ്തേറിന് തുല്യമാണെങ്കിൽ നിങ്ങൾ ഈ ആലയത്തിനകത്ത് വന്നിരിക്കുന്ന ദൈവസഭയാ. ஆமென். ஆமென். அரண்மனைக்குள் இருக்கிற எஸ்தர் ஆமென் தேவ சபைக்கு ஆமென் ஒப்புமைப்படுத்தப்படும் போது നിങ്ങൾ കൊട്ടാരത്തിന് വെളിയിൽ നടക്കുന്നത് അറിയാതെ പോകരുത്. ஆமென். நீங்கள் அரண்மனைக்கு வெளியிலே சம்பவிக்கிறவைகளை புரிந்து கொள்ளாமல் அறிந்து கொள்ளாமல் இருக்க கூடாது. എസ്തേറിന് പറ്റിയ പരാജയം അതാ. ஆமென். எஸ்தருக்கு ஆமென் எஸ்தர் தெரிந்து கொண்ட ஒரு தோல்வி அதுதான். അവൾ ഇരിക്കുന്ന കൊട്ടാരത്തിൽ നിന്ന് അവളുടെ ജനത്തിനെതിരെ പുറപ്പെടുവിച്ച രേഖ അവൾ അറിഞ്ഞില്ല. ஆமென். அவள் இருக்கிற அரண்மனைக்குள் இருந்து அவளுடைய ஜாதிக்கு எதிராய் ஆமென் குலத்துக்கு எதிராய் எழுதப்பட்டதான രേഖയെ അവൾ അറിந்து കൊള്ളവിல்லை. അവൾ കൊട്ടാരത്തിലെ സന്തോഷത്തിലൊക്കെ ഇങ്ങനെ അങ്ങ് മുന്നോട്ടങ്ങ് പോവുകയാണ്. അവൾ അരൺമനയിലെ സന്തോഷത്തോടെ അവൻ മുൻപായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആഹാരമുണ്ട്, ആഹാരത്തിന് ആഹാരമുണ്ട്, അங்கே ആഹാരത്തിற்கு ആഹാരം கிடைக்கிறது, സംഗീതത്തിന് സംഗീതമുണ്ട്, ആമേൻ, പാടലുக்கு പാടൽ கிடைக்கிறது, നൃത്തത്തിന് നൃത്തമുണ്ട്, ആമേൻ, നടനத்துக்கு നടനം கிடைக்கிறது, എന്തോ വേണമെങ്കിലും അവിടെയുണ്ട്, என்ன வேண்டுமானாலும் அங்கே கிடைக்கிறது. അതുകൊണ്ട് ഇതിനകത്ത് ഇരുന്ന് ഇങ്ങനെ സന്തോഷിച്ച് അവൾ ഇരിക്കുകയാണ്. ആമേൻ. இதற்குள்ளாய் സന്തോഷപ്പെട്ട് എസ്തർ അമർന്നിരിக்கிறாள். പുറത്ത് നടക്കുന്നത് അവൾ അറിയുന്നില്ല. ആമേൻ. വെളിയിലെ என்ன നടക്കുന്നത് என்பதை അവൾ പുரிந்து കൊള്ളவில்லை. മൊർദെഖായി ഈ രേഖയുടെ പകർപ്പ് കൊടുത്തപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, അയ്യോ ഇങ്ങനെ ഒരു കാര്യം ഇവിടുന്ന് പുറപ്പെട്ടല്ലോ എന്ന് അവൾ മനസ്സിലായത്. மொர்தெகாய் இந்த நிரூபத்தை ஆமென் கொண்டு வந்த போதுதான் எஸ்தருக்கு புரிந்து கொள்ள முடிந்தது, இப்படி ஒரு சம்பவம் ஆமென் அரண்மனைக்குள்ளே நடந்தாயிற்று என்று. തെക്കേ ഭാരതത്തിന്റെ ഭാഗമായ തമിഴ്നാട്ടിലും കേരളത്തിലും ഇരിക്കുന്ന ഞാനും നിങ്ങളും தென்னிந்தியாவினுடைய ஆமென் பகுதியாகிய தமிழகத்தினுடைய கேரளாவில் இருக்கிற ஆமென் நீங்களும் நானும் നമ്മള് വലിയ കുഴപ്പമില്ലാതെ ഇതിനകത്തിരുന്ന് ആരാധിച്ച് സന്തോഷിച്ചൊക്കെ പോകുമ്പോഴും നാം ഒരു പ്രശ്നയും ഇല്ലാമ ആമെൻ ആലയത്തിക്കുള്ള അമർന്നിരുന്ന് സന്തോഷിച്ച് ആരാധിച്ച് കടന്നു പോകുന്നു. നമ്മുടെ സ്വന്തം ജനമായ അനേകർ വടക്കേ ഇന്ത്യയിൽ സുവിശേഷത്തിനു വേണ്ടി രക്തം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആമെൻ. നമ്മുടെ സ്വന്തം ജനമാകിയ അനേകർ വട ഇന്ത്യ தேசத்துக்காக ஆமென் தன்னுடைய ஜீவனை இரத்தத்தை கொடுத்து கொண்டிருக்கிறார்கள். ഒത്തിരി പേർ ഇപ്പോഴും ജയിലിനകത്ത് കിടക്കുകയാണ്. അനേകർ ചിறைச்சாலைகளுக்குள்ள ഇന്നേക്കും ഇருந்து കൊണ്ടിരിக்கிறார்கள். ഒത്തിരി പേരുടെ പേരിൽ ഇപ്പോഴും കള്ളക്കേസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അനേകരുടെ പെയറിലെ കള്ളക്കേസുകൾ പോടപ്പെട്ടിരിക്കുന്നത്. ജാമ്യം കൊടുക്കത്തില്ല, ജാമ്യം ഇല്ലാமல் இருக்கிறது. അങ്ങനെ കഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം ജനം ഒത്തിരി പേര് അവിടെ കിടക്കുമ്പോൾ കേവലം ഇവിടെ ഇരുന്ന് പാട്ടുപാടി ആരാധിച്ച് സന്തോഷിച്ചു പോകരുത് ഞാനും നിങ്ങളും. இப்படிப்பட்ட சூழ்நிலையிலே நம்முடைய உடன்பு
பிறப்புகள் இங்க காணப்படும் போது நாம இங்க வந்து உட்கார்ந்து பாடி ஆராதித்து போக வேண்டியவர்கள் அல்ல. ഞാൻ പറഞ്ഞ പോലെ ഇത് ആവശ്യമാണ്. நான் சொன்னது போல இது தேவைதான். പക്ഷെ ഇതിന്റെ കൂടെ ആമേൻ അതോട് ഇണൈந்து അവിടുത്തെ കാര്യം കൂടെ അറിഞ്ഞ് മുഴങ്കാലുകളിൽ ഇരുന്ന് അവർക്ക് വേണ്ടി കുറഞ്ഞ പക്ഷം ഒന്ന് പ്രാർത്ഥിക്കാനെങ്കിലും ഞാനും നിങ്ങളും തയ്യാറാകണം. അங்குള്ള കാര്യങ്ങളെ കൂടെ അറിந்து അവர்களுக்காக ജപിപ്പதற்கும் ഉപവസിപ്പதற்கும் നീങ്ങളും നാനും ആയത്തപ്പെടണം. അവിടെ പോയി എനിക്കും നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഒരുവേള നാം അങ്ങ് കടന്നുപോയി ഒന്നും ചെയ്യ முடியும் என்று சொல்லி ആമേൻ தெரியல. പക്ഷേ കുറഞ്ഞ പക്ഷം പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. ஆனால் குறைந்தபட்சம் ஜெபிப்பதற்காவது நமக்கு முடியும். അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനെങ്കിലും നമുക്ക് പറ്റും. ஏதாவது ஒரு உதவி செய்வதற்காகிலும் நமக்கு முடியும். അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് അവർക്ക് വേണ്ടി കൂടെ ചെയ്യാൻ മറക്കരുത്. ആമേൻ ആകയിനാലേ ஏதாவது കാര്യങ്ങളെ അവർക്കായി செய்வதற்கு நீங்களும் நானும் மறந்து போக கூடாது. എസ്തേറിനെ പോലെ കൊട്ടാരത്തിനകത്ത് ഒരു അറിയാത്തവളായി തീരരുത്. എസ്തേറെ പോലെ അരൺമനയ്ക്കുള്ളിൽ ഇരുന്ന് ഒന്നും അറിയാത്തവളെ പോലെ മാറ്റപ്പെടக்கூடாது. അങ്ങനെ എസ്തർ ഈ കാര്യം അറിഞ്ഞു. ആമേൻ அப்படி எஸ்தர் இந்த காரியத்தை அறிந்து புரிந்து கொண்டாள். അപ്പോൾ അവൾ എന്താ ചെയ്തെന്നൊക്കെ നമുക്ക് പിന്നീട് അവിടെ മനസ്സിലാകുന്നുണ്ട്. അവൾ എന്നെ ചെയ്താൽ എന്ന് ചൊല്ലി പിൻപ് നമുക്ക് പുരിந்து കൊള്ള முடியும். സമയത്തിന്റെ പരിധിയുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. ആമേൻ നേരം അധികമായി കൊണ്ടിരിക്കുന്നതിനാലേ ഞാൻ അതற்குள்ளாയി കടന്നു പോകവിல்லை. അങ്ങനെ അവള് പിന്നെ ചെയ്തത്, ആമേൻ മറുപടി അവൾ ചെയ്തത്, അവള് രാജാവിന്റെ അടുക്കൽ എന്തായാലും ധൈര്യം സംഭരിച്ച് ഇവള് കയറി ചെന്നു. ആമേൻ അവളുടെ ധൈര്യത്തെ കാണിച്ച് രാജാവിനുടെ അരൺമനയ്ക്കുള്ളിൽ പ്രവേശിക്കുകയാണ്. അവൾ അവിടോട്ട് പോകുന്നതിന്റെ ഒരുക്കവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ അങ്ങ് വിടുന്നത്. ആമേൻ അവൾ അങ്ങ് പോകുന്ന ആയത്തങ്ങളെ കുറിച്ച് അനേക ചെയ്തികളെ നിങ്ങൾ കേട്ടിരിക്കുന്നതിനാലേ ഞാൻ അങ്ങ് കടന്നു പോക വിരുമ്പുന്നു. ഏതായാലും അവൾ അവിടെ ചെന്നു. രാജാവിനൊരു പ്രത്യേക റിക്വസ്റ്റ് അവൾ രാജാവിന്റെ മുൻപിൽ വെച്ചു. അപ്പടി അവൾ കടന്നുപോയി രാജാവിനിടത്തിലെ ഒരു റിക്വസ്റ്റ് വയ്ക്കുകയാണ്. ആ വെച്ച റിക്വസ്റ്റ് ഇതാണ്. ആമേൻ അവൾ വയ്ത്തതാണ്. ആമേൻ അழைப்பு ഇതാ ഇരിക്കുന്നത്. ഞാൻ ഒരു വിരുന്ന് ഒരുക്കുന്നുണ്ട്, അതിലേക്ക് രാജാവ് വരണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു വിരുந்தை ആയത്തം பண்ணுகிறேன், അതിലെ രാജാ കലந்து കൊള്ള வேண்டும். പക്ഷേ രാജാവിനെ മാത്രമല്ല അവൾ വിളിച്ചത്. രാജാവെ മാത്രമല്ല അവൾ അழைത്തത്, അവള് ഹാമാനെയും വിളിച്ചു. അവൾ ഹാമാനെയും ചേർത്ത് അழைக்கிறாள். അപ്പൊ ഹാമാനും കൂടെ വരണം എന്ന് പറഞ്ഞു. ഹാമാനും വര வேண்டும் എന്ന് അழைக்கிறாள். 5-ാം അധ്യായം 5-ാவது அதிகாரம் 9-ാം വാക്യം. 9-வது வசனம். அன்றைய தினம் ஆமான் சந்தோஷமும் மனமகிழ்ச்சியுமாய் புறப்பட்டான். ஆனாலும் ராஜாவின் அரண்மனை வாசலில் இருக்கிற மொர்தேகாய் தனக்கு முன் எழுந்திராமலும் அசையாமலும் இருக்கிறதை ஆமான் கண்டபோது அவன் மொர்தேகாய் மேல் ഉഗ്രം നിറയുന്നവൻ ആനാൻ. അപ്പം ഈ ഹാമാനെ കൂടെ വിളിച്ചപ്പെടുത്തതിന് ആ വിളിയൊക്കെ കിട്ടി ഭയങ്കര സന്തോഷമായിട്ട് ഹാമാൻ കൊട്ടാരത്തിൽ നിന്ന് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി വരികയാണ്. ഹാമാനെ അழைத்து அந்த அழைப்பினுடைய சந்தோஷத்தினாலே ஆமென் அரண்மனையிலிருந்து வீட்டிற்கு கடந்து പോകുகிறாൻ. അപ്പൊ ഇവൻ പോകാനായിട്ട് കൊട്ടാരത്തിന്റെ വെളിയിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ പോകുമ്പടിയായി അരൺമனை വാസലിലെ അവൻ കടന്നു വരുമ്പോൾ അവിടെ ഇരിക്കുന്നു മൊർദെഖായി. അവൻ അങ്ങേ മൊർദെഖായി അമർന്നിരിക്കുകയാണ്. അവൻ നോക്കിയപ്പോ ഈ സന്തോഷം എല്ലാം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവന്റെ അകത്തുനിന്ന് മെഴുകുരുകുന്നത് പോലെ ഉരുകിപ്പോയി. അവൻ പാർക്കുന്ന വേളയിലെ അവൻ മൊർദെഖായെ പാർത്ത വേളയിലെ അവനുடைய എല്ലാ സന്തോഷവും മെഴുകു ഉരുകപ്പെടുന്നത് പോലെ ഉരുകിപ്പോയിച്ചു. ആ വേദനയോടെ ഇവൻ വീട്ടിൽ ചെന്നു. அந்த വേദനയോടെ അവൻ തന്റെ ഇല്ലത്തിലെ കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് വീട്ടിൽ ചെന്ന് ഇവന് ഭാര്യയോടും ഇവന്റെ അവിടെ കൂടെയുള്ളവരോടൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഈ ഒരു വാർത്ത അവൻ പങ്കുവച്ചു. അവൻ ഇല്ലത്തിലെ പോയി മனைவியிடத்திலேயும் തന്റെ നண்பர்களிடத்திலேയും തന്റെ സന്തോഷത്തെ പകർന്നുകൊണ്ടാൻ. 5-ാം അധ്യായം 12-ാം വാക്യം. 5-ാவது அதிகாரம் 12-வது வசனம். ஆமான் ராஜஸ்திரியாகிய எஸ்தரும் தான் செய்த விருந்துக்கு ராஜாவுடனே கூட என்னை தவிர வேறொருவரை அழைக்கவில்லை. நாளைக்கும் ராஜாவுடனே கூட நான் விருந்துக்கு வரவழைக்கப்பட்டிருக்கிறேன். രാജാവ് ഒരുക്കിയ വിരുന്നില് എസ്തർ ഒരുക്കിയ വിരുന്നില് രാജാവുക്കാக എസ്തർ ആയത്തം பண்ணப்பட்ட വിരുന്നില് എന്നെ തവര വേറെ ആരെയും വിളിച്ചില്ല. എന്നെ തവര വേറെ ആരെയും അழைക്കവില്ല. അപ്പൊ രാജാവിന്റെ കൂടെ എന്നെ മാത്രമേ വിളിച്ചുള്ളൂ എന്നൊക്കെ വലിയ ഗമേലാണ് ഇവൻ പറഞ്ഞത്. അവൻ രാജാവോട് കൂടെ എന്നെ മാത്രം അழைത്തിരിக்கிறார் എന്ന മേന്മയോട് കൂടെ താൻ ഇവൻ சொல்லுகிறான். പക്ഷെ അതിന്റെ കൂടെ ഒരു വാചകം കൂടെ ഇവൻ ചേർത്തു. അവൻ അതോട് കൂടെ ഒരു വാർത്തയെ കൂടെ ചേർത്ത് കൊള്ളുகிறான். 13-ാം വാക്യം 13-வது வசனம். ஆனாலும் அந்த யூதனாகிய மொர்தெகாய் ராஜாவின் அரண்மனை வாசலில் உட்கார்ந்திருக்கிறதை நான் காணும் அளவும் அவையெல்லாம் எனக்கு ஒன்றுமில்லை என்றான்.
അപ്പം അവന്റെ എല്ലാ സന്തോഷവും അവിടെ കെട്ടടങ്ങി. ആമേൻ. അവനുடைய എല്ലാ സന്തോഷവും അങ്ങ് നിന്നു പോയിട്ട്. അപ്പൊ ഇവന്റെ ഭാര്യയ്ക്ക് ഇത് കേട്ടപ്പോ ഒരു വലിയ സങ്കടമായി. ആമേൻ. അവനുடைய മனைவிக்கு இதை கேட்டபோது துக்கம் உண்டாயிற்று. അവനേക്കാൾ ഭയങ്കര സങ്കടം അവക്കാ. ஆமென். ஆமென். இந்த ஆமானை விட துக்கம் அதிகம் அவனுடைய மனைவிக்கு. അപ്പൊ അവള് പെട്ടെന്ന് ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. அவள் ஒரு புத்தியை சொல்ல ஆரம்பிக்கிறாள். അവള് പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണ് 14-ാം വാക്യം. அவள் சொன்ன புத்தி தான் 14வது வசனம். அப்பொழுது அவன் மனைவியாகிய சிரேஷும் அவனுடைய சிநேகிதர் எல்லாரும் அவனை பார்த்து 50 முழ உயரமான ஒரு தூக்குமரம் செய்யப்பட வேண்டும், அதிலே மொர்தெகாயை தூக்கி போடும்படி நாளைய தினம் நீ ராஜாவுக்கு சொல்ல வேண்டும், பின்பு சந்தோஷமாய் ராஜாவுடனே கூட விருந்துக்கு போகலாம் என்றார்கள். இந்த காரியம் ஆமானுக்கு நன்றாய் கண்டதினால் தூக்கு மரத்தை செய்வித்தான். അപ്പൊ അവൾ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. ബുദ്ധിമതി ചൊല്ലി കൊടുക്കുകയാൽ നല്ല ഒരു 50 മുഴം ഉയരമുള്ള ഒരു കഴുകുമരം ഉണ്ടാക്കി കൊടുക്കാൻ. നല്ല ഒരു 50 മുഴം ഉയരമുള്ള ഒരു തൂക്കുമരം ഉണ്ടാക്കപ്പെട വേണ്ടും, ചെയ്യപ്പെട വേണ്ടും. നല്ല ബുദ്ധിയായി ഭാര്യമാര് ചിലപ്പം പറഞ്ഞു കൊടുക്കുന്നത്. നല്ല ബുദ്ധി தான் மனைவிமார் புருஷர்களிடத்திலே சொல்லி கொடுப்பது. ചില സമയത്ത് അവർ പറയുന്ന ബുദ്ധിയൊക്കെ കേൾക്കുന്നത് നല്ലതാ. ആമേൻ. ചില നേരങ്ങളിലെ അവർ சொல்லுகிற புத்தியை கேட்பதும் நல்லதுதான். എന്നാൽ എപ്പോഴും ചിലപ്പോ അത് ശരിയായെന്ന് വരത്തില്ല. ആമേൻ. ஆனால் எல்லா நேரத்திலும் அது சரிப்பட்டு வரும் என்று தெரியல. പണ്ട് സാറായി അബ്രഹാമിന് ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. ആമേൻ. മുന്നാടി സാറായി അബ്രഹാമിടത്തിലെ ഒരു ബുദ്ധിயை சொன்னாள். അതിന്റെ ഭവിഷ്യത്ത് ഇന്നും 4000 വർഷം കഴിഞ്ഞിട്ട് ഇന്നും അതിന്റെ കേട് തീർന്നിട്ടില്ല. அதனுடைய பின்விளைவு 4000 ஆண்டுகள் ஆகியும் இன்றும் தீர்ந்த பாடில்லை. അപ്പൊ ഓർത്ത് നോക്കിക്കേ ആ ബുദ്ധിയുടെ അതിന്റെ ആ സ്വാധീനം എന്തുമാത്രമായിരുന്നു. ഒന്ന് നിனைத்து பாருங்க. ആമേൻ. எப்படிப்பட்டதான ആമേൻ புத்திமதி சொல்லி இருப்பார்கள். ഇവിടെ ഇതാ ഇവളും ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുക. இங்க ആമേൻ ഇവളും ഒരു ബുദ്ധിயை சொல்லி கொடுக்கிறாள். ഇനി ഇവളിതെല്ലാം പറഞ്ഞു കൊടുത്തപ്പം ഹാമാൻ അത് ഇഷ്ടപ്പെട്ടു. ആമേൻ. இந்த புத்திமதியை கேட்டபோது ஆமானுக்கு அது பிடித்தமாயிற்று. അന്ന് രാത്രി തന്നെ അன்று இரவிலேயே അവൻ ആ കഴുകുമരം ഉണ്ടാക്കിച്ചു. அந்த தூக்குமரத்தை உண்டு பண்ணினான். ഞാൻ അപ്പോൾ അത് വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. நான் அதை வாசிக்கும்போது இப்படி சிந்தித்தேன். ഈ ഹാമാൻ ഒരു കൊച്ചു പുള്ളിയൊന്നുമല്ല. ஆமென். ஆமான் ஒரு சின்ன மனிதன் ஒன்றுமல்ல. അവന് ഭയങ്കര സ്വാധീനമുണ്ട്. ஆமென். மிகவும் ஆமென். அவன் நல்ல ஒரு அவன் எதிர்பார்ப்புள்ளவன். അവൻ കഴിവുള്ളവനാ. അവൻ നല്ല കഴിവുള്ളവൻ, ബലനുള്ളവൻ. അവന് നല്ല ആളിന്റെ പിൻബലമുണ്ട്. അവൻ ഇവർക്ക് പിന്നാടി ആൾബലൻ ഇരുന്നത്. അതുകൊണ്ടാണ് അവൻ അന്ന് രാത്രി തന്നെ അവൻ അതിനു വേണ്ട തടി കണ്ടുപിടിച്ചു. ஆகையினால்தான் அன்றைக்கு இரவிலே அதனுடைய தடிகளை கண்டுபிடித்து അതിനുള്ള ആശാരിയെ കണ്ടുപിടിച്ചു. அதனுடைய ஆமென் கார்பெண்டரை கண்டுபிடித்தான். അവൻ ആ കഴുകുമരം അന്ന് രാത്രി തന്നെ പണിതുണ്ടാക്കും. அந்த தூக்குமரத்தை அன்றைக்கு இரவிலே கட்டி பணிகிறான். അപ്പൊ ആ ഒറ്റ രാത്രി കൊണ്ട് 50 മുഴം ഉയരമുള്ള ഒരു കഴുകുമരത്തിന് വേണ്ടതെല്ലാം ഒരുക്കി അവനത് പണിത് റെഡിയാക്കുകയാണ്. அந்த ஒரே ராத்திரியிலே 50 முழம் உயரமுள்ளதான தூக்குமரத்தை அவன் செய்து அதை ആയത്തപ്പെടുത്തുகிறாൻ. അന്ന് രാത്രി അവൻ ഉറങ്ങുന്നില്ല. அந்த இரவிலே அவன் தூங்கல. കാരണം ഇവൻ ഇത് സൂപ്പർവൈസ് ചെയ്യുകയാണ്. അവൻ ഇதை கவனித்துக் கொண்டிருக்கிறான். അതിന്റെ ഈ സൈഡിലെ തടി നേരെയാണോ നിൽക്കുന്നത്? അവൻ അതിനുடைய ഒരു പകുതി അവൻ നേരായി നിൽക്കുന്നതാ? അതിനെന്തെങ്കിലും വളവുണ്ടോ? അതിൽ ഏതാവത് വളവുകൾ ഇരിക്കുന്നതാ? കാരണം ഈ വളവുണ്ടെങ്കിൽ ചിലപ്പോൾ ഹാമാനെ അങ്ങോട്ട് കയറുമ്പോൾ ഹാമാനെ അങ്ങോട്ട് കയറ്റുമ്പോൾ അതിന്റെ ബാലൻസ് തെറ്റിപ്പോയാൽ ഹാമാൻ ചിലപ്പം ചാകുന്നതിന് പകരം താഴെ വീണെന്നിരിക്കും. അവൻ ഒരു വേള വളവ് ഇരുന്ന ആമൻ തൂക്കുമരത്തിൽ ഏറ്റപ്പെടുമ്പോ ഒരു വേള അവൻ കീഴെ വിളുന്ന് അവൻ ചാകാമൽ ഇരിക്കലാം. അതുകൊണ്ട് അതങ്ങനൊന്നും പറ്റില്ല. അന്ന് രാത്രി മുഴുവൻ അവൻ ഉറങ്ങാതെ ഇരുന്ന് സൂപ്പർവിഷൻ ആയത്. അവൻ അന്ത രാത്രി മുഴുവതും അവൻ തൂങ്ങാമ അതെ അവൻ വാച്ച് പണിട്ടേ ഇരിക്കണം. അപ്പൊ അന്ന് രാത്രി അവന്റെ ഉറക്കം പോയി. അന്റയ്ക്ക് ഇരവിലെ അവനുடைய തൂക്കം നഷ്ടപ്പെട്ടു വിട്ടത്. എന്നാൽ അടുത്ത ഒരു സംഭവം ഇനിയും വായിക്കാം. അവൻ അടുത്ത ഒരു സംഭവത്തെ വാസിക്ക പോകും. 6-ാം അധ്യായം 1-ാം വാക്യം. 6-வது அதிகாரம் 1-வது வசனம். ராத்திரியிலே ராஜாவுக்கு நித்திரை வராதபடி അന്ന് രാത്രി രാജാവിന്റെ ഉറക്കം പോയി. அந்த இரவிலே ராஜாவினுடைய நித்திரை நஷ்டப்பட்டு போய். ഞാൻ ഇവിടുന്ന് ഒരു ദൂത് പറയാൻ പോകുകയാണ്. இங்க இருந்து ஒரு தேவ வார்த்தையை சொல்ல விரும்புகிறேன். രാജാവിന്റെ ഉറക്കം പോയിട്ട് ആമേൻ രാജാവിനുடைய தூக்கம் നഷ്ടപ്പെട്ട് എന്താ സംഭവിച്ചെന്നൊക്കെ നിങ്ങൾക്കറിയാം. என்ன சம்பவித்தது என்பது உங்களுக்கு தெரியும். ചരിത്ര പുസ്തകം കൊണ്ടുവന്നു. ചരിത്ര പുസ്തകം കൊണ്ടുവരപ്പെടുகிறது. അത് വായിക്കാൻ പറഞ്ഞു. വാസിക്കപ്പെടുகிறது. വായിച്ചപ്പോൾ മൊർദെഖായി രാജാവിനെ രക്ഷിച്ച ചരിത്രം വായിച്ചു. ആമേൻ. മൊർദെഖായി രാജാവെ രക്ഷിച്ച
ரட்சித்ததான பகுதி வாசிக்கப்படுகிறது. അപ്പം രാജാവിന്റെ ഉറക്കം അന്ന് രാത്രി പോയി. ஆமென். அன்றைக்கு ராஜாவினுடைய நித்திரை நஷ்டப்படுகிறது. ഒരേ രാത്രിയിൽ ஒரே இரவிலே രണ്ടുപേരുടെ ഉറക്കം പോയി. இரண்டு பேருடைய தூக்கம் நஷ்டப்படுகிறது. ദൂത് കേട്ടോണം. ஆமென். தேவ வார்த்தையை கவனித்துக் கொள்ளுங்கள். രണ്ടുപേരുടെ ഉറക്കം പോയി. ഒന്ന് ഹാമാന്റെ ഉറക്കം പോയി, രണ്ട് രാജാവിന്റെ ഉറക്കം പോയി. இரண்டு பேருடைய தூக்கம் நஷ்டப்பட்டது. ஒன்று ஆமானுடைய தூக்கம் நஷ்டப்பட்டது, ரெண்டு ராஜாவினுடைய தூக்கம் நஷ்டப்பட்டது. എന്റെ വിശ്വാസം മോർദെഖായി സുഖമായിട്ട് കിടന്നുറങ്ങി. ஆமென். என்னுடைய விசுவாசம் மோர்தெகாய் நன்றாய் தூங்கினான். അപ്പൊ ഇവിടെ ഇവരുടെ രണ്ടുപേരുടെയും ഉറക്കം പോയത്, ஆமென், இவர்கள் இரண்டு பேருடைய தூக்கமும் நஷ்டப்பட்டது. ഒരേ വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചാണ് രണ്ടുപേരുടെയും ഉറക്കം പോയത്. ஒரே மனிதனை குறித்து சிந்தித்து தான் இரண்டு பேருடைய தூக்கமும் நஷ்டப்பட்டது. പക്ഷേ രണ്ടും രണ്ട് ലക്ഷ്യത്തിലാണ് കൊണ്ടുപോയി എത്തുന്നത്. ஆமென். இரண்டும் இரண்டு பாதைகளிலே லட்சியத்திலே கொண்டு போய் விடப்படுகிறது. ഹാമാന്റെ ഉറക്കം മോർദെഖായിയെ പ്രതി പോയപ്പോൾ, ஆமென், ஆமானுடைய தூக்கம் மோர்தெகாயை குறித்து போகும்போது, അവന്റെ ഉറക്കം പോകുന്നത് മോർദെഖായിയെ നാളെ കഴുമരത്തിൽ കയറ്റാനാ. ஆமானுடைய தூக்கம் நஷ்டப்படுகிறது மோர்தெகாயை நாளைக்கு தூக்குமரத்திலே நிறுத்தும்படி. അപ്പോൾ തന്നെ அப்போதுதானே അതേ മോർദെഖായി കാരണം அதே மோர்தெகாய் முகாந்திரமாய் രാജാവിന്റെ ഉറക്കം പോയി. ராஜாவினுடைய தூக்கம் நஷ்டப்பட்டது. രാജാവിന്റെ ഉറക്കം പോയത് എന്തിനാന്ന് ചോദിച്ചാൽ, ராஜாவினுடைய தூக்கம் நஷ்டப்பட்டது எதற்காக என்று கேட்டால், നാളെ കഴുമരത്തിൽ ഹാമാൻ കയറ്റാൻ പോകുന്ന അതേ മോർദെഖായിയെ நாளைய தினத்திலே தூக்குமரத்திலே ஆமான் ஏற்ற போகிற அதே மோர்தெகாயை നാളെ രാജാവ് കുതിരപ്പുറത്ത് കയറ്റാനായിട്ട് അവന്റെ ഉറക്കം പോയത്. ராஜா ஆமென் மோர்தெகாயை குதிரை மேல் ஏற்றுவதற்காகத்தான் ராஜாவினுடைய தூக்கம் ഇന്ന് പകൽ ഞാൻ ആരോടൊക്കെയോ ഒരു ദൂത് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. இந்த பகலிலே யாரிடத்தில் எல்லாமோ தேவனுடைய வார்த்தையை சொல்லுகிறேன். നിങ്ങൾ ഒരു മോർദെഖായി ആണെങ്കിൽ, நீங்கள் ஒரு மோர்தெகாயா இருந்தால், നിങ്ങളെ പ്രതി ஆமென், உங்களை குறித்து രണ്ടുപേരുടെ ഉറക്കം ഒരേ സമയത്ത് നഷ്ടപ്പെടും. இரண்டு பேருடைய தூக்கம் ஒரே வேளையில நஷ்டப்படும். ഒന്ന്, ശത്രുവായവൻ നിങ്ങളെ നശിപ്പിക്കാനുള്ള പദ്ധതി ഉറക്കം കളഞ്ഞിരുന്ന് മെനഞ്ഞെടുക്കുമ്പോൾ, ஒன்று சத்துருவானவன் உங்களை தகர்க்கும்படி ஆமென் உறக்கத்தை நஷ்டப்படுத்தி கொண்டிருக்கும் போது, അപ്പോൾ അതേ സമയത്ത് அப்போது அதே வேளையில സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം നിങ്ങളെ മാനിക്കാനായിട്ടുള്ള പദ്ധതിയിൽ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. பரலோகத்திலிருந்து தேவன் മനസേറെ ஆசீர்வதிக்கும் ചിലരുടെ പദ്ധതി, ചിലർക്കെതിരെയുള്ള ശത്രുവിന്റെ പദ്ധതിയിലെ ഉറക്കം ഇന്ന് പകൽ എന്റെ ദൈവം തിരുത്തി എഴുതുകയാ. சிலருடைய வாழ்க்கையில சத்துரு வைத்திருக்கிற திட்டத்தை இந்த பகலிலே கர்த்தர் ஆமென் அதை திருத்தி எழுத போகிறார். നിങ്ങളെ പ്രതി ഉറങ്ങാതെ ഇരിക്കുന്ന സ്വർഗത്തിലെ ഒരു രാജാവുണ്ട്. ആമേൻ. ഉങ്ങളെ കുറിച്ച് തൂങ്ങാமல் இருக்கிற പരലോകത്തിലെ ഒരു ദേവനുണ്ട്. ഇന്ന് പകൽ ശത്രു എത്ര നിങ്ങൾക്കെതിരെ ഉറക്കമളച്ചിരുന്ന ആയുധമുണ്ടാക്കിയാലും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ഒരു രാജാവ് അപ്പുറത്ത് വേറെ പദ്ധതി ഒരുക്കുന്നുണ്ട്. இந்த பகலிலே ஒருவேளை உங்களுக்கு எதிராக சத்துரு எவ்வளவு பெரிய திட்டத்தை உண்டு பண்ணினாலும், தூக்கத்தை நஷ்டப்படுத்தி இருந்தாலும் கவலைப்பட வேண்டாம். உங்களுக்காக என் தேவன் ஒரு திட்டத்தை ஆயத்தப்படுத்தி கொண்டிருக்கிறார். അത് കഴിഞ്ഞ് എന്തുവാ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാം. பிற்பாடு என்ன சம்பவித்தது என்பது உங்களுக்கு தெரியும். വിരുന്നിന് പോയി, விருந்துக்கு போனாங்க. അവിടെ വിരുന്നിന് പോകുന്നതിന് മുൻപ്, விருந்திற்கு போவதற்கு முன்பதாக അടുത്ത ദിവസം ആ വിരുന്നിന് വെച്ചിരിക്കുന്നത്, அடுத்த நாள் ஆமென் விருந்து வைக்கப்பட்டிருக்கிறது. അതിന്റെ തലേ രാത്രിയാ ഇവിടെ കഴുമരം ഉണ്ടാക്കിയതും அதனுடைய ஆமென் முன்னாடியுள்ள இரவிலே தான் இங்கே ஆமென் தூக்குமரம் உருவாக்கப்படுகிறது. രാജാവിന്റെ ഉറക്കം പോയതും ராஜாவினுடைய தூக்கம் நஷ்டப்படுகிறது. അപ്പൊ അടുത്ത ദിവസം രാവിലെ, அடுத்த நாள் ஆமென் காலையிலே, വിരുന്ന് നടക്കേണ്ടിയ അന്ന് രാവിലെ விருந்து நடைபெறுகிற அன்றைக்கு காலையிலே ഹാമാൻ വന്നിരിക്കുകയാണ് രാജാവിന്റെ കൊട്ടാരത്തിന്റെ വാതിൽ, രാജാവിന്റെ സിംഹാസനത്തിന്റെ അടുക്കൽ ചെല്ലാൻ. ஆமான் ராஜாவினுடைய அரண்மனைக்கு
அறைக்குள் பிரவேசிப்பதற்காக வந்து நிற்கிறான். ഹാമാൻ വന്നിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ஆமான் வந்து நிற்பது எதற்காக என்று கேட்டால் കഴുമരമൊക്കെ ഒരുക്കി കഴിഞ്ഞു. தூக்குமரம் ஆயத்தப்படுத்தப்பட்டது. ഇനി മോർദെഖായി അത് തൂക്കാനുള്ള അനുവാദം രാജാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനാ ഹാമാൻ അവിടെ വന്ന് നിൽക്കുന്നത്. இனி மோர்தகாயை இந்த தூக்குமரத்திலே தூக்குவதற்குள்ள அனுமதியை பெற்றுக் கொள்ளும்படியாய் ஆமான் வந்து நிற்கிறான். അന്നേരമാണ് ഈ സംഭവം, ഈ രാജാവ് ഉറക്കം കളഞ്ഞിട്ട് എഴുന്നേറ്റ് ഈ ഒരു സംഭവം ഇവിടെ രാജാവ് തീരുമാനിച്ചത്. അതേ വേളയിലെ ആമേൻ രാജാ തൂക്കമില്ലാമ ഒരു തീരുമാനം பண்ணி கொண்டிருக்கிறார். അപ്പൊ രാജാവ് ചോദിച്ചു, ആരവിടെ? ആമേൻ രാജാവ് കേൾക്കാർ യാരങ്കെ? ഉടനെ അകത്ത് അകമ്പടി നായകന്മാർ പറഞ്ഞു, ഹാമാൻ ഇവിടെ വന്ന് നിപ്പുണ്ടെന്ന് പറഞ്ഞു. ആമേൻ വാസൽ കാവൽക്കാരர்கள் சொல்றாங்க, ஆமான் இங்கே வந்து நிற்கிறான். വിളിക്കാൻ പറഞ്ഞു, അവനെ അലയുங்கள் എന്ന് சொல்லுகிறார். എന്നിട്ട് രാജാവ് ചോദിച്ചു, ആമേൻ രാജാ കേൾക്കാർ, രാജാവ് ആദരിക്കാൻ ചെയ്യുന്ന നോക്കുന്ന പുരുഷനോട് എങ്ങനെയാണ് ആദരിക്കുന്നതെന്ന്. ആമേൻ രാജാ പ്രിയപ്പെടുகிற മനുഷ്യനെ എപ്പടി ആശീർവദിക്ക வேண்டும் എന്ന് കേൾക്കാർ. ആ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതോ ഒത്തിരി പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുള്ളതും. அந்த சரித்திரம் உங்களுக்கு தெரிந்ததும் अनेक செய்திகளை கேட்டும் இருக்கிறீர்கள். ഹാമാൻ വിചാരിച്ചു അവനെ കുറിച്ചായി പറയുന്നതെന്ന്. ஆமன் நினைத்தான் அவன் தன்னை குறித்து அது சொல்லப்படுகிறது. ഒന്നും കുറയ്ക്കാതെ ഹാമാൻ കുറെ ലിസ്റ്റ് അങ്ങോട്ട് വിവരിച്ചു കൊടുത്തു. അവൻ ഒന്നും കുറവില്ലാമ അവൻ ചില ലിസ്റ്റുകളെ അവൻ എഴുതി കൊടുത്താൻ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം കേട്ട് മുടിந்தபோது രാജാവ് പറഞ്ഞു, രാജാ சொல்றாரு, നീ ഈ പറഞ്ഞതിലെല്ലാം ഒന്നുപോലും കുറയ്ക്കാതെ നീ சொல்லப்பட்ட എല്ലാ കാര്യങ്ങളിലെയും ഒന്റെയും കുറവുപെടുത്താമ ഇതുപോലെ നീ ആ മോർദെഖായിക്ക് ചെയ്യാൻ പറഞ്ഞു. ഇതേപോലെ அந்த മോർദെഖായിക്ക് செய் എന്ന് சொன்னார். ഹാമാന്റെ ഇടി വെട്ടിപ്പോയി. ആമൻ ഹാമാനുടെ ആമൻ ശരീരത്തിലെ ഇടി വിழுந்தது പോലെ ആയിட்டு. അവന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആമൻ ഇവൻ ഇதை ഒരുപോതും എതിർபார்க்கவில்லை. അപ്പൊ ഇവിടെ പറഞ്ഞ കൂട്ടത്തിൽ എന്തൊക്കെയാ പറഞ്ഞത്? ആമൻ ഇങ്ങ சொல்லப்பட்ட കൂട്ടത്തിൽ ഇതെല്ലാം சொல்லப்பட்டிருக்கிறது. 6-ാം അധ്യായം 6-ാമത് അധികാരം അതിന്റെ 9-ാം വാക്യത്തിന്റെ ഒരു മധ്യഭാഗം തൊട്ട് വായിച്ചാൽ 9-ാമത് വസനത്തിനുடைய പകുതിയിലിருந்து വാസിയുங்கள். நகரத்தின் உலாவும்படி செய்து ராஜா கனமண்ண விரும்புகிற மனுஷனுக்கு இப்படியே செய்யப்படும் என்று മതി സമയമില്ല, അതുകൊണ്ടാ ഞാനങ്ങ് നിർത്തുക. അവൻ നേരമില്ല, ആകയിനാലെ അവൻ നിർത്തുക. എനിക്ക് പറയണമെന്നൊക്കെ വായിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അവൻ എനിക്ക് വാസിക്ക വയ്ക്ക വേണ്ടും എന്നുള്ള വിരുപ്പം. പറഞ്ഞ ഒരു കാര്യം, അവൻ சொன்ன ഒരു കാര്യം, ഇവന് നല്ല രാജവസ്ത്രം ധരിപ്പിക്കണം. ഇവനക്ക് നല്ല രാജവസ്ത്രത്തെ ഉടുത്തു വയ്ക്ക വേണ്ടും. 2 ഇവനെ കുതിരപ്പുറത്ത് കയറ്റണം. ഇവനെ കുതിര മേലേറ്റ വേണ്ടും. 3 ഇവനെ പട്ടണത്തിൽ കൂടെ കൊണ്ടുപോകണം. ഇവനെ 3-ാമത് ഇവനെ പട്ടണത്തിലെ കൊണ്ടു ചെല്ല വേണ്ടും. മോർദെഖായിയെ വിളിച്ചു. മോർദെഖായിയെ അழைத்தான். മോർദെഖായിയെ വിളിച്ചിട്ട് മോർദെഖായിയെ അழைத்து പറഞ്ഞു, നിന്റെ വസ്ത്രം മാറണം, ഉன்னுடைய വസ്ത്രത്തെ മാറ്റ வேண்டும், രാജവസ്ത്രം ധരിക്കണം, രാജാവിനുடைய വസ്ത്രം ധരിക്കപ്പെട வேண்டும். മോർദെഖായി ഇപ്പം റെട്ടുടുത്തോണ്ടിരിക്കുക. അവൻ മോർദെഖായി റെട്ടിലെയും സാമ്പലിലെയും ഉட்கார்ந்திருக்கிறான். ചാക്ക് ഇട്ടോണ്ടായിരിക്കുന്നത്. കിളിന്ത വസ്ത്രത്തെ ഉടുത്തിക്കൊണ്ടിരിക്കണം. കൊട്ടാരത്തിൽ നിന്ന് എസ്തേർ രാജവസ്ത്രം കൊടുത്തു വിട്ടപ്പോ അവൻ വേണ്ടാന്ന് പറഞ്ഞതാ. അവൻ എസ്തേർ വസ്ത്രത്തെ കൊടുത്ത് അനുപ്പിന പോത് അവൻ ഏറ്റുകൊള്ളവിல்லை. എന്നാൽ ഇപ്പോൾ ഇവന് ഈ വസ്ത്രം കൊടുത്തപ്പോൾ അവൻ അത് വാങ്ങിച്ചിട്ടു. അവൻ இந்த വസ്ത്രം കൊണ്ടുവന്ന പോത് அதை വാങ്ങി അണിந்து കൊള്ളുகிறான். ഇവന്റെ ഉപവാസം കഴിഞ്ഞിട്ടില്ല, ഇവനുடைய ഉപവാസം முடிந்து போகவில்லை, ഇവന്റെ വിഷയത്തിന് വിടുതലായിട്ടില്ല, ഇവനുடைய വിഷയത്തിലെ വിടുതല വരല്ല. പക്ഷേ ഇവന്റെ വസ്ത്രം മാറി. ആമേൻ, അവനുடைய വസ്ത്രം മാറ്റപ്പെട്ടു. ഇന്ന് പകൽ ആരുടെയൊക്കെയോ വസ്ത്രങ്ങൾ ദൈവം മാറ്റാൻ പോകുകയാണ്. இந்த പകലിലെ ഉങ്ങളിൽ ആരുടെ വസ്ത്രങ്ങളെ കർത്താവ് മാറ്റാൻ പോകുകയാണ്. 40 ദിവസത്തെ ഉപവാസം കഴിയാൻ കാത്തിരിക്കണ്ട. 40 നാളുടെ ഉപവാസം முடிந்து പോവதற்கு കാത്തിരിക്ക വേണ്ട. ചിലരുടേത് 10-ാമത്തെ ദിവസം ദൈവം മാറ്റി. ആമേൻ, ചിലരുടേത് 10-ാമത് നാളിലെ കർത്താവ് മാറ്റിയിരിക്കുന്നു. ചിലരുടേത് 14-ാമത്തെ ദിവസം ദൈവം മാറ്റി. ചിലരുടേത് 14-ാമത് ദിനത്തിലെ കർത്താവ് മാറ്റിയിരിക്കുന്നു. ചിലരുടേത് 25-ാമത്തെ ദിവസം ദൈവം മാറ്റി. ചിലരുടേത് 25-ാമത് ദിനത്തിലെ മാറ്റിയിരിക്കുന്നു. വേറെ ചിലരുടേത് 34-ാമത്തെ ദിവസം ദൈവം മാറ്റുക. ആമേൻ, വേറെ ചിലരുടെ 34-ാമത് ദിനത്തിലെ കർത്താവ് മാറ്റുമ്പടിയായി. മറ്റു ചിലരുടേത് 38-ാമത്തെ ദിവസമായിരിക്കും മാറുന്നത്. ഒരു ചിലരുടേത് 38-ാമത്
ദിനത്തിലെ മാറ്റപ്പെടും. പക്ഷേ രാജാവ് മാറാൻ പറയുന്നിടം വരെ നീ മാറ്റരുത്. രാജാവ് മാറ്റം ചൊല്ലുகிறது വരെ നീ മാറ്റக்கூடாது. അതുവരെ നീ രട്ടുടുത്തോണം. അതുവരെ നീ രട്ടിലെ അമർന്നിരിക്കണം. ഇവനെ കുതിരപ്പുറത്ത് കയറ്റി. ആമേൻ. இரண்டாவது അവനെ കുതിരയിലേറ്റുகிறார்கள். എന്നിട്ട് ഇവനെ പട്ടണത്തിന്റെ നടുക്ക് കൂടെ കൊണ്ടുപോയി. ആമേൻ. ഇവനെ പട്ടണത്തിലെ കൊണ്ടു ചെല്ലുகிறார்கள். പട്ടണത്തിന്റെ തെരുവിൽ കൂടെ കൊണ്ടുപോയി. പട്ടണത്തിലെ തെരുക്കളിലെ കൊണ്ടു ചെല്ലുகிறார்கள். നമ്മൾ 3-ാം അധ്യായത്തിൽ വായിച്ചത്, 3ാவது അധികാരത്തിലെ വാസിക്കുമ്പോൾ അവൻ പട്ടണത്തിന്റെ നടുക്ക് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിച്ചത്, 4ാவது അധികാരത്തിന് 1ാவது വസനത്തിലെ നാം വാസിച്ചത്, പട്ടണത്തിന്റെ നടുവിലായി ഇവൻ രട്ടുടുത്തിരുന്ന് കരഞ്ഞത്. പട്ടണത്തിൻ നടുവിലെ രട്ടുടുത്തി അളുகிறாൻ. എന്നാൽ അതേ സ്ഥാനത്തുകൂടെ ഇപ്പോൾ അവനെ രാജവസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് അവനെ കൊണ്ടുപോവുകയാണ്. അതേ സ്ഥാനത്തിലെ ഇപ്പോൾ രാജവസ്ത്രം ധരിപ്പിച്ച് കുതിരമേൽ അവനെ കൊണ്ടു ചെല്ലപ്പെടുகிறாൻ. നീ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ തന്നെ ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമാ. നീ എங்கே നിന്ദിക്കപ്പെട്ടായോ അങ്ങേ എൻ ദേവൻ നിന്നെ ഉയർത്തുകിற ദേവനാ. കുലശേഖരത്താണ് നീ നിന്ദിക്കപ്പെട്ടതെങ്കിൽ ദൈവം നിന്നെ കന്യാകുമാരിയിൽ അല്ല മാനിക്കാൻ പോകുന്നത്. കുലശേഖരത്തിലെ നീ നിന്ദിക്കപ്പെട്ടാൽ ദേവൻ കന്യാകുമാരിയിലെ അല്ല ആശീർവദിപ്പത്. നിന്നെ ഇവിടെ തന്നെ എന്റെ ദൈവം മാനിക്കും. നിന്നെ ഇங்கே തന്നെ ആണ്ടവർ അവൻ ആശീർവദിക്കും. അവൻ ഇരുന്ന് കരഞ്ഞ് അതേ സ്ഥലത്തുകൂടെ രട്ടുടുത്തിരുന്നിടത്തുകൂടെ തന്നെ അവനെ രാജവസ്ത്രം ധരിപ്പിച്ച് ദൈവം കൊണ്ടുവരികയാണ്. രട്ടുടുത്ത് അമർന്ന അതേ ഇടത്തില് രാജവസ്ത്രം ധരിപ്പിച്ച് അവനെ കൊണ്ടുവരപ്പെടുகிறது. വിശ്വസിക്കാമോ? ഇന്ന് പകൽ വിശ്വസിക്കാമോ? എന്നെ ശത്രു താറടിക്കാൻ നോക്കി അവിടെ തന്നെ എന്റെ ദൈവം എന്നെ മാനിക്കുമെന്ന് പറയാമോ? എന്നെ ശത്രു വെക്കപ്പെടുത്താൻ നിனைத்த അതേ സ്ഥാനത്തില് ദേവൻ എന്നെ ഉയർത്തുവാൻ എന്ന് വിശ്വസിപ്പോമാ? നിന്റെ കുഞ്ഞ് പഠിക്കാൻ കൊള്ളത്തില്ലെന്ന് ഏത് ടീച്ചർ പറഞ്ഞോ അതേ സ്കൂളിൽ നിന്റെ കുഞ്ഞിനെ എന്റെ ദൈവം മാനിക്കുവാൻ വിശ്വസ്തനാ. ഉன்னுடைய பிள்ளை படிக்க முடியாது என்று எந்த ஆசிரியர் சொன்னாரோ அதே ஸ்கூலில் உன்னுடைய பிள்ளையை ஆசீர்வதிக்க உயர்த்த என் இயேசு போதுமே. ഓ ഇന്ന് പകൽ എന്റെ ദൈവം വിശ്വസ്തനാ. இந்த பகல் என்னுடைய தேவன் உண்மையுള്ളவர். കുലശേഖരത്തെ ഫുൾ ഗോസ്പൽ ചർച്ച് ഇനിയും വളരത്തില്ലെന്ന് എവിടെ പറഞ്ഞു അവിടെ തന്നെ എന്റെ ദൈവം ഇനിയും ഇതിനെ വളർത്തുവാൻ വിശ്വസ്തനാ. കുലശേഖരത്തിലെ എഫ്ജിബിസി സഭை എங்கே വളരാതെന്ന് சொன்னார்களோ അതേ സ്ഥാനത്തിലെ വളർത്തുവതുதான் என் தேவனுடைய திட்டம். Thank you Jesus. അങ്ങനെ ഇവൻ രാജവസ്ത്രമൊക്കെ ധരിച്ച് ഇവന്റെ സവാരിയെല്ലാം കഴിഞ്ഞ് ഇവൻ തിരിച്ചു വന്നു. അവൻ ഇപ്പടി രാജവസ്ത്രത്തെ ധരിത്ത് ആമേൻ പ്രയാണം പണി തിരുപ്പി വരികയാണ്. സംഭവമൊക്കെ നമുക്ക് അറിയാം. സംഭവങ്ങളെല്ലാം നമുക്ക് தெரியும். അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് വിരുന്ന്. അവൻ അന്റയ്ക്ക് മാലയിലെ വിരുന്നായത്തപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഹാമാനും വിരുന്നിന് പോയി. ഹാമാനും വിരുന്നിற்கு കടന്നു ചെല്ലുക. രാജാവും വിരുന്നിന് പോയി. രാജാവും വിരുന്നിற்கு കടന്നു ചെല്ലുക. 1-ാമത്തെ ദിവസത്തെ വിരുന്ന് കഴിഞ്ഞു. 1ാவது നാൾ വിരുന്ന് முடிந்தது. രാജാവ് ചോദിച്ചു, എസ്തറിനോട് ചോദിച്ചു, നിനക്ക് എന്തോ വേണ്ടിയതോ? രാജാവ് എസ്തറെ பார்த்து கேட்கிறார், நான் உனக்கு என்ன செய்ய வேண்டும்? എസ്തർ പറഞ്ഞു, ഒരു കാര്യം കൂടെ ഞാൻ അപേക്ഷിക്കുകയാണ്. എസ്തർ சொல்லுகிறாள், ഒരു കാര്യത്തെ കൂടെ ഞാൻ കേട്ടുകൊള്ളുகிறேன். നാളെയും ഞാൻ ഇതുപോലെ ഒരു വിരുന്ന് വെക്കുന്നുണ്ട്, അതിനും നിങ്ങൾ രണ്ടുപേരും കൂടെ വരണം. നാളെയും ഇതുപോലെ ഒരു വിരുന്ന് ആയത്തപ്പെടുത്തുகிறேன், നിങ്ങൾ രണ്ടുപേരും വര வேண்டும். അങ്ങനെ അവർ രണ്ടുപേരും അടുത്ത ദിവസം വന്നു. അവർ രണ്ടുപേരും അടുത്ത നാളിലേയും വരുகிறார்கள். അവർ രണ്ടുപേരും വളരെ ഹാമാൻ ഭയങ്കര സന്തോഷത്തോടെയൊക്കെ വരുന്ന. ഉള്ളിൽ ദുഃഖമുണ്ട്, കാരണം ഇന്നലെ മൊർദെഖായിക്ക് സംഭവിച്ചതൊക്കെ ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്. ആമേൻ. ഉള്ളിലെ ഹാമാനുക്ക് ദുഃഖമുണ്ട്, നേറ്റയ്ക്ക് ആമേൻ മൊർദെഖായിക്ക് സംഭവിച്ചதை பார்க்கும்போது എങ്കിലും അവൻ വന്നു. ആനാലും അവൻ വരുகிறாൻ. 2-ാമത്തെ ദിവസം വന്നപ്പോൾ 2ാவது നാൾ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, എസ്തറിനോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടിയതോ? രാജാവ് എസ്തറെ பார்த்து கேட்கிறாள், நான் உனக்கு என்ன செய்ய வேண்டும்? എസ്തർ സകല ധൈര്യവും സംഭരിച്ചുകൊണ്ട് ആമേൻ. എസ്തർ സകല ധൈര്യത്തെയും അழைത്തുകൊണ്ട് രാജാവിനോട് കാര്യം പറഞ്ഞു. രാജാവിനിടത്തിലെ കാര്യത്തെ ചൊല്ലുகிறாൾ. രാജാവിനോട് കാര്യം പറഞ്ഞു, ഇന്നതുപോലെ ഞങ്ങളെ നശിപ്പിക്കുവാനായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആമേൻ. എങ്ങളെ അழித்து போடும்படியா எங்களுடைய குலத்தை
குடும்பத்தை அழித்து போடும்படியாய் இப்படி ஒரு சம்பவம் நடந்திருக்கிறது என்று சொல்லுகிறார். നിങ്ങൾ ഇനി വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ஆமென். நீங்கள் வீட்டிலே கடந்து போய் வாசியுங்கள். 7-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലാണ് അതുള്ളത്. 7வது அதிகாரத்தினுடைய 4வது வசனத்திலே அது சொல்லப்பட்டிருக்கிறது. അപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. ராஜாவுக்கு கோபம் உண்டாயிற்று. രാജാവ് ചോദിച്ചു, ആരാണ് അത് അങ്ങനെ ചെയ്തത്? ராஜாவு கேட்கிறார், யார் அப்படி செய்தது? ഉടനെ എസ്തർ പറഞ്ഞു, உடனே எஸ்தர் மறுபடி சொல்லுகிறார், വേണ്ട, ഈ ഇരിക്കുന്ന ഹാമാനാണ് അത് ചെയ്തത് എന്ന് இங்கே പറഞ്ഞു. அமர்ந்திருக்கிற ஆமான் இதை செய்தான் என்று சொல்லுகிறார். അപ്പോൾ തന്നെ രാജാവിന്റെ കോപം അങ്ങ് ജ്വലിച്ചു. ஆமென். அப்போதே ராஜாவினுடைய கோபம் உண்டாயிற்று. രാജാവ് അന്നേരെ അവിടുന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലോട്ട് പോയി, റൂമിന്റെ വെളിയിൽ ബാൽക്കണിയിലോട്ട് പോയി. ஆமென். அந்த வேளையிலே ராஜா எழும்பி பால்கனியிலே கடந்து போகிறார். രാജാവ് അങ്ങോട്ട് പോയപ്പോൾ ഹാമാന് കാര്യം മനസ്സിലായി. ஆமென். ராஜா எழும்பி கோபத்தோடு கடந்து போனப்ப ஆமான் காரியம் புரிந்து கொண்டான். അവന് മനസ്സിലായി രാജാവിന് ദേഷ്യമായെന്നോ. ஆமென். அவன் புரிந்து கொண்டான் ராஜாவுக்கு கோபம் வந்ததென்று. അവന്റെ ജീവൻ പോകുമെന്ന് അവന് മനസ്സിലായി. அவனுடைய ஜீவன் அழிந்து போகும் என்று அவன் புரிந்து கொண்டான். അവൻ ഉടനെ എസ്തേറിന്റെ മുൻപിൽ വീണു. அவன் எஸ்தேருடைய முன்னாடி வீழ்கிறான். അവന് അവിടെ വായിക്കുന്ന പദം ഞാൻ ഒന്ന് വായിച്ചെന്ന് നിങ്ങളൊന്ന് കേൾക്കുന്നത് നല്ലതാ. ஆமென். அதை நாம் ஒன்று வாசித்து கேட்பது நல்லது. അതിന്റെ 7-ാം അധ്യായത്തിന്റെ 7வது அதிகாரத்தினுடைய അതിന്റെ 8-ാം വാക്യം വായിച്ചോ. 8-ാം വാക്യം 8வது വസനം. എസ്തറിന്റെ മെത്തമേൽ ഹാമാൻ വീണ് കിടക്കുകയാ. എസ്തേരുடைய மெத்தையிலே ஆமான் வீழ்ந்து கிடக்கிறான். എനിക്ക് പരസ്യമായിട്ട് ഇത് പറയണമെന്നുണ്ടെങ്കിലും പറയാൻ പറ്റത്തില്ല. ആമേൻ. എനിക്ക് പരസ്യമായി ഇത് ചൊല്ലണമെന്നുണ്ടെന്നാലും എനിക്ക് ചൊല്ല முடியாது. നിങ്ങൾ ആ രംഗം ഒന്ന് ഓർത്തു നോക്കണം. அந்த நிலைமையை வந்து நீங்களே ஆமென் சிந்தித்து பாருங்கள். ഒരു രാജ്ഞിയുടെ മെത്തയിൽ ഒരുത്തൻ കേറി കിടക്കുക. ആമേൻ. ഒരു രാജാത്തിയുടെ മെത്തയിലെ இன்னொருவன் படுத்து கிடக்கிறான். അത് കാണുമ്പോൾ രാജാവിന്റെ മനസ്സിൽ എന്തുവാ പോകുന്നത്? ஆமேன். அதை பார்க்கும்போது ராஜாவினுடைய சிந்தையிலே என்ன கடந்து வரும் என்பதை யோசித்து பாருங்கள். രാജാവ് വേണ്ടതും വേണ്ടാത്തതും എല്ലാം അങ്ങ് ചിന്തിച്ചു. ആമേൻ. രാജാ വേണ്ടതും വേണ്ടാത്ത കാര്യങ്ങളെ എല്ലാവற்றையும் சிந்தித்தார். എന്നിട്ട് രാജാവ് പറയുന്ന കാര്യം നോക്കിക്കേ. ஆனால் ராஜா சொல்லுகிற வார்த்தையை கவனியுங்கள். തുടർന്ന് 8-ാം വാക്യത്തിന്റെ മധ്യഭാഗം. ഞാൻ ഇവിടെ അരമനയിൽ ഇരിക്കുമ്പോ, ഞാൻ ഇങ്ങ അരമനയിലെ ഇരിക്കുമ്പോഴേ എന്റെ മുൻപിൽ വെച്ച്, എൻ മുന്നാടി വയ്ത്ത്, എന്റെ രാജ്ഞിയെ ബലാത്കാരം ചെയ്യുന്ന ഇവൻ ആരാ? എന്നുடைய രാജാത്തിയെ ബലവന്തം ചെയ്യ ഇവൻ യാർ എന്ന് കേൾക്കണം. അവൻ വാസ്തവത്തിൽ ബലാത്കാരം ഒന്നും ചെയ്തതല്ല. അവൻ ബലാത്കാരം പണിനതല്ല. അവൻ ക്ഷമ ചോദിക്കാൻ കട്ടിലെ വീണതാ. അവൻ മன்னிப்பு കേൾക്കുമ്പടി കട്ടിലിലെ വീഴുന്താൻ. പക്ഷേ രാജാവ് വിചാരിച്ചു അവൻ ഇവിടെ വേറെ ഏതാണ്ട് പരിപാടി ചെയ്യുക. ആമേൻ. രാജാ ചിന്തിക്കണം ഇവൻ വേറെ ഏതോ കാര്യത്തെ ചെയ്യുകയാണ്. അപ്പൊ രാജാവ് പറഞ്ഞു ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എന്റെ രാജ്ഞിയെ തൊടാൻ ഇവൻ ആരാ? ആമേൻ. ഞാൻ ഇങ്ങ ഇരിക്കുമ്പോൾ എന്നുடைய രാജാത്തിയെ തൊട ഇവൻ യാർ എന്ന് കേൾക്കണം. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം. இந்த பகலிலே நான் ஒரு காரியத்தை சொல்லுகிறேன். നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. உங்களுக்கு விசுவாசிக்க கூடுமானால் விசுவாசியுங்கள். ഇന്ന് ഒരു രാജാവ് ഇരുന്നു കൊണ്ട് ഇതേ വാക്കു പറയുന്നുണ്ട് നിങ്ങളെ കുറിച്ച്. ഇന്ന് ഒരു രാജാ അമർന്നു കൊണ്ട് ഉങ്ങളെ കുറിച്ച് ഇതേ വാർത്തയെ சொல்லுகிறார். ഞാൻ ഇവിടെ കൊട്ടാരത്തിൽ ഉയരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, ഞാൻ ഇങ്ങ ഉയരത്തിലെ സിംഹാസനത്തിലെ വീറ്റിരിക്കുമ്പോൾ, എന്റെ മണവാട്ടിയായ സഭയെ തൊടുന്ന ഇവൻ ആരാ? മണവാട്ടിയായ സഭയെ തൊട ഇവൻ യാർ? ഓ, ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു രാജാവ് ഉയരത്തിലുണ്ട്. ഇന്നേക്ക് ഉங்களுக்காக പോരാടുகிற ഒരു രാജാ ഉന്നതങ്ങളിൽ ഇരിக்கிறார். നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു രാജാവ് ഉയരത്തിലുണ്ട്. ഉങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു രാജാ ഉയരത്തിൽ ഇരിக்கிறார். നിങ്ങളെ ഒന്നും തൊടാൻ അനുവദിക്കാതെ സംരക്ഷിക്കുന്ന ഒരു രാജാവ് ഉയരത്തിലുണ്ട്. ഉങ്ങളെ ആരും തൊടാமல் പാതുകാക്കുന്ന ഒരു രാജാ ഉയരങ്ങളിൽ ഇരിக்கிறார். രാജാവ് അപ്പോഴത്തേന് അത്രയും പറഞ്ഞപ്പോഴത്തേന് രാജാ ഇപ്പടി ആമേൻ ചെന്നപോது, ഇനി എനിക്ക് വായിപ്പിക്കാൻ നേരമില്ല, ഇനി എനിക്ക് വാസിപ്പதற்கு നേരമില്ല, ഞാൻ പുസ്തകം അടച്ചു. ഞാൻ പുസ്തകത്തെ മൂടിക്കൊള്ളുക. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വായിക്കണം. നിങ്ങൾ വീട്ടിലെ കടന്നു പോയി വാസിയുങ്ങൾ. രാജാവ് അത്രയും പറഞ്ഞപ്പോഴത്തേന് അവിടെ നിന്ന് ചേവകർ വന്നു. ആമേൻ. രാജാവ് ഇதை சொன்னபோது പടയാളികൾ കടന്നു വന്നാர்கள். അവര് വന്ന് ഹാമാന്റെ മുഖം മൂടി. അവர்கள் வந்து ஆமானுடைய முகத்தை மூடினார்கள். മുഖം മൂടുക എന്ന് പറഞ്ഞാൽ, முகம் மூடுகிறது என்று சொன்னால், നമ്മളൊക്കെ മുഖം മൂടുന്ന സമയമുണ്ട്. എപ്പോഴാണെന്നറിയാമോ? நாம முகத்தை மூடுகிற சமயம் உண்டு. எப்ப தெரியுமா? അടക്കം ചെയ്യുമ്പോ. അടക്കം ചെയ്യുമ്പോൾ.
അവസാനം ചെയ്യുന്ന കാര്യമാത്. இறுதியிலே செய்கிற காரியம் தான் அது. തുണി വെച്ച് മുഖമങ്ങ് മൂടും. துணியை வைத்து முகத்தை வந்து மூடுவோம் എന്ന് പറഞ്ഞാൽ ഇനിയും ഇത് പുറത്തു വരത്തില്ല, இனி இது அவன் வெளிப்பட்டு வருவது இல்லை, ഇനിയും ഇത് കാണത്തില്ല, இனி இது காண முடியாது, ഇനിയും ഇത് ഇവിടെ ചലിക്കത്തില്ല. இனி இது இங்கே பிரயோஜனப்படாது. ആ ഹാമാന്റെ മുഖം അവർ മൂടി. ஆமானுடைய முகத்தை அவர்கள் மூடினார்கள். ഇന്ന് പകൽ ശത്രുവിന്റെ മുഖം മൂടുവാൻ കൽപ്പന പുറപ്പെടുവിക്കുന്ന ഒരു രാജാവുണ്ട്. இந்த பகலிலே சத்துருவினுடைய முகத்தை மூடுகிற கட்டளை பிறப்பிக்கிற ஒரு ராஜா நமக்கு முன்பாக இருக்கிறார். അന്നേരെ അവര് ഹാമാനെ കൊണ്ടുപോയി. அப்படி அவர்கள் ஆமானை கொண்டு செல்லுகிறார்கள். പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ஆமென். பின்பாடுள்ள காரியங்கள் உங்களுக்கு தெரியும். പക്ഷെ ഇതുകൊണ്ട് ഇവരുടെ പ്രശ്നം തീർന്നില്ല. മൊർദെഖായിയുടെയും എസ്തറിന്റെ പ്രശ്നം ഇതുകൊണ്ട് തീർന്നില്ല. இதோடு மொர்தெகாயினுடைய எஸ்தருடைய பிரச்சனை தீரல. കാരണം ആ കൽപ്പന കിടക്കുകയാ, ഹാമാൻ എഴുതിയ കൽപ്പന. ஆமான் எழுதி வைத்த கற்பனை கிடக்கிறது. അത് തിരുത്തി എഴുതണം. அது திருத்தி எழுதப்பட வேண்டும். അത് തിരുത്തി എഴുതാത്തിടത്തോളം കാലം ഇവരുടെ പ്രശ്നം തീരുന്നില്ല. அது திருத்தி எழுதப்படாதது வரை இவர்களுடைய பிரச்சனை தீருவதில்லை. അതുകൊണ്ട് ഇവര് വീണ്ടും ധൈര്യത്തോടെ രാജാവിനോട് പറഞ്ഞു. ஆகையால் மறுபடியும் இவர்கள் ராஜாவினிடத்திலே சொல்லுகிறார்கள். ഇവര് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം കിടപ്പുണ്ട്, இப்படி ஒரு தீர்மானம் நிறைவேற்றப்பட்டிருக்கிறது. കുറച്ച് നാളുകൾക്ക് മുൻപ് എഴുതിയ ഒരു രാജകൽപ്പനയാ. சில ஆண்டுகளுக்கு முன்னே எழுதப்பட்ட ராஜாவினுடைய கற்பனை. അങ്ങയുടെ മോതിരം കൊണ്ട് മുദ്ര വെച്ച രേഖയാ. உம்முடைய முத்திரை மோதிரத்தினாலே முத்திரையிடப்பட்ட ஆமென் நியமம். അത് മാറ്റാൻ അത്ര എളുപ്പമല്ല. அதை மாற்றுவதற்கு முடியாது. പക്ഷെ രാജാവ് പറഞ്ഞു. ஆனால் ராஜா சொல்லுகிறார். അതാണ് നമ്മൾ വായിച്ച കുറിവാക്യം. அதுதான் நாம வாசித்ததான வேத பகுதி. 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്. 8வது அதிகாரத்தினுடைய 8வது வசனம் தான் நாம வாசித்து கேட்டோம். കുറിവാക്യം ഇനിയും പ്രസംഗിക്കാൻ എനിക്ക് നേരമില്ല. ஆமென். இனி அதை குறித்து பிரசங்கிக்க எனக்கு நேரம் இல்லை. പക്ഷെ രാജാവ് പറഞ്ഞു. ஆனால் ராஜா சொல்லுகிறார், நீங்களும் നിങ്ങൾക്ക് ബോധിച്ചതുപോലെ உங்களுக்கு விருப்பப்பட்டது போல രാജനാമത്തിൽ ராஜாவினுடைய நாமத்தினாலே രേഖ എഴുതിക്കോളാൻ. ஆமென். நியமத்தை எழுதிக் கொள்ளுங்கள். നിങ്ങൾക്ക് ബോധിച്ചതുപോലെ உங்களுக்கு விருப்பமுள்ளபடி നിങ്ങൾ എഴുതിക്കോളാൻ പറഞ്ഞു. நீங்கள் எழுத ஆரம்பியுங்கள் என்று சொன்னார். അങ്ങനെ അവർ അടുത്ത രേഖ എഴുതി. அப்படி அவர்கள் அடுத்தொரு நியமத்தை எழுதுகிறார்கள். രാജമോതിരം കൊണ്ട് അതിന് മുദ്രയിട്ടു. ராஜாவினுடைய மோதிரத்தினாலே முத்திரை போடுகிறார்கள். അത് ദുർബലപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ലെന്നാണ് അവിടെ அது പറഞ്ഞിരിക്കുന്നത്. உடைக்கப்படுவதற்கு யாராலையும் முடியாது என்று சொல்லப்பட்டிருக்கிறது. എല്ലാ കണ്ണുകളും പുസ്തകങ്ങളും ദൈവസന്നിധിയിൽ അടയട്ടെ. எல்லா கண்களும் புஸ்தகங்களும் இந்த பகலிலே தேவனுடைய சமூகத்திலே அடைக்கப்படட்டும். ഇന്ന് പകൽ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തുമ്പോൾ இந்த பகல் இங்கே நான் சொல்லி முடிக்கும் போது ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ പോകുകയാണ്. நான் ஒரு காரியத்தை சொல்ல போகிறேன். അതെല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. அது எல்லாருக்கும் செய்ய முடியாது. പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കണം. நல்ல கவனமாய் கேளுங்க. അത് ചെയ്യാൻ ധൈര്യമുള്ള കുറച്ചു പേര് ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. அது செய்ய தைரியமுள்ள சிலர் இதற்குள் இருக்கிறீங்க. പറയുന്ന കാര്യം കേട്ടോണം. சொல்லுகிற காரியத்தை கவனித்துக் கொள்ளுங்கள். നിങ്ങളുടെ കുടുംബത്തിനെതിരെ, உங்களுடைய குடும்பத்திற்கு எதிராக, നിങ്ങളുടെ തലമുറയ്ക്കെതിരെ, உங்களுடைய தலைமுறைக்கு எதிராக, നിങ്ങളുടെ നന്മകൾക്കെതിരെ, உங்களுடைய നന്മയ്ക്ക് എതിരാக, നിങ്ങളുടെ ആരോഗ്യത്തിനെതിരെ, உங்களுடைய ஆரோக்கியத்திற்கு எதிராக, നിങ്ങളുടെ ആത്മീക നിലവാരങ്ങൾക്കെതിരെ, உங்களுடைய ஆவிக்குரிய வாழ்க்கைக்கு எதிராக ശത്രു എഴുതി വെച്ച ചില രേഖകളുണ്ട്. சத்துரு எழுதி வைத்த சில நியமங்கள் உண்டு. അത് നിങ്ങൾക്കറിയാം. அது உங்களுக்கு தெரியும். എവിടെയൊക്കെയാ ശത്രു നിങ്ങളെ തടഞ്ഞ് തളച്ചിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. எங்கெல்லாம் சத்துரு உங்களை ஆமென் தடை பண்ணி போட்டிருக்கிறான் என்பது உங்களுக்கு தெரியும். നിങ്ങളുടെ മുന്നേറ്റത്തിനെതിരെ അവൻ എഴുതി വെച്ച രേഖ എവിടെ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. உங்களுடைய ஆசீர்வாதத்துக்கு எதிராக அவன் வைத்திருக்கிற நிபந்தனை என்ன என்பது உங்களுக்கு தெரியும். അതെല്ലാവർക്കും അറിയാമെങ്കിലും அது எல்லாருக்கும் தெரியும் என்று சொன்னாலும் ഒരു ഇതിനകത്തിരിക്കുന്ന ചിലര് ഇന്ന് പകൽ ഒരു ധൈര്യം സംഭരിച്ച ഒരു കാര്യം ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുക. ஆமென். இதற்குள் அமர்ந்திருக்கிற சிலர் தைரியத்தோட ஒரு காரியத்தை செய்ய நான் உங்களை கேட்டுக்கொள்கிறேன். ധൈര്യമുള്ളവർ, தைரியமுள்ளவங்க വീട്ടിൽ ചെന്നിട്ട് வீட்டிலே கடந்து போய் ഒരു പേപ്പർ എടുക്കണം, ஒரு பேப்பர் எடுத்து, പേന എടുക്കണം, பேனா எடுத்துட்டு ആമേൻ, നിങ്ങൾ അതിനകത്ത് എഴുതണം. ആമേൻ. நீங்க பேனாவை எடுத்து அதில் எழுத வேண்டும். എനിക്കെതിരെ, எனக்கு எதிராக, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനെതിരെ, குடும்பத்துக்கு எதிராக, അല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, பிள்ளைகளுக்கு எதிராக, എന്റെ സഭയ്ക്കെതിരെ, சபைக்கு எதிராக, എന്റെ ദേശത്തിനെതിരെ, தேசத்துக்கு எதிராக, എന്തിനെതിരെയാണോ எதற்கு எதிராக ஆகட்டும் അത് വ്യക്തമായിട്ട് നിങ്ങൾ എഴുതി, அதை நல்ல கவனமாக எழுதிக்கொண்டு, എന്നിട്ട് അത് ശത്രു എഴുതിയ ആ രേഖയെ அதன் மேல சத்துரு எழுதின இந்த
தீர்ப்பை ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ நான் இயேசு கிறிஸ்துவின் நாமத்தினாலே ഞാൻ അതിനെ തിരുത്തി എഴുതുന്നു. நான் இதை திருத்தி எழுதுகிறேன். ഈ ശത്രു തടഞ്ഞ എല്ലാ നന്മയും എനിക്ക് വരട്ടെ. இந்த சத்துரு ஆமை தடை பண்ணின எல்லா நன்மைகளும் திருப்பி வருவதாக എന്ന് നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രേഖ എഴുതണം. இன்றைக்கு உங்களுக்கு தைரியம் உண்டானால் அப்படி ஒரு தீர்ப்பு எழுதுங்கள். ഞാൻ ഇന്ന് പകൽ ഇവിടെ പ്രസംഗിച്ച ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. நான் இந்த பகலிலே உங்கள் மத்தியிலே பிரசங்கித்த வேத வசனத்தின் அடிസ്ഥാനத்திலே சொல்லுகிறேன். അധികാരത്തോടു കൂടെയും വിശ്വാസത്തോടു കൂടെയും നിങ്ങൾ അത് എഴുതിയാൽ, அதிகாரத்தோடையும் விசுவாசத்தோடையும் நீங்கள் அதை எழுதினால், അതിനെ ദുർബലപ്പെടുത്താൻ ഒരു ശക്തിക്കും ഇനിയും കഴിയത്തില്ല. தடை பண்ணுவதற்கு எந்த சக்திக்கும் இனி முடியாது. ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. இது தேவ வசனத்தின் அடிസ്ഥാനத்திலே நின்று சொல்லுகிறேன். അതിനെ ദുർബലപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. இதை தடை பண்ணுவதற்கு யாராலையும் முடியாது. കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. கண்களை மூடுவோம், தேவ சமூகத்திலே ஜெபிக்க போகிறோம். എന്റെ കുടുംബത്തിനെതിരെ ശത്രു എഴുതിയ രേഖ ഞാൻ ഇന്ന് തിരുത്തി എഴുതുകയാണ്. என் குடும்பத்துக்கு எதிராய் சத்துரு எழுதின ஆமெ திட்டங்களை திருத்தி எழுதுகிறேன். അത് വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് പകൽ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങിക്കോ. വിശ്വാസിക്കുന്നവர்கள் ആവിയിലെ தேவனை ஆராதிக்க ஆரம்பியுங்கள். നിങ്ങൾ വീട്ടിൽ പോയി രേഖ എഴുതുന്നതിന് മുൻപേ ഇന്ന് പകൽ ഇവിടെ അത് വിശ്വാസ പ്രഖ്യാപനമായി ചെയ്യുക. நீங்கள் வீட்டிலே போய் இதை எழுதுவதற்கு முன்பதாக இங்கேய விசுவாசத்தோடு பிரഖ്യാപനം பண்ணுவோம். അത് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഇവിടെ ഇരുന്നുകൊണ്ട് പറ. அதை விசுவாசிக்கிறவர்கள் இந்த பகல் இங்கே அமர்ந்து சொல்லுங்க, ഞാൻ ആ രേഖയെ തിരുത്തി എഴുതുകയാണ്. நான் அந்த தீர்மானத்தை திருத்தி எழுதுகிறேன். ഞാൻ എന്റെ ആമേൻ ആരോഗ്യത്തിനെതിരെയുള്ള രേഖയെ തിരുത്തി എഴുതുകയാണ്. ஆரோக்கியத்துக்கு எதிரான திட்டத்தை திருத்தி எழுதுகிறேன். എന്റെ തലമുറയ്ക്കെതിരെയുള്ള രേഖയെ ഞാൻ തിരുത്തി എഴുതുകയാണ്. தலைமுறைக்கு எதிரான ரேகைகளை திருத்தி எழுதுகிறேன். ഓ എന്റെ സഭയ്ക്കെതിരെയുള്ള രേഖയെ ഞാൻ തിരുത്തി എഴുതുകയാണ്. சபைக்கு எதிராக எழுதப்பட்ட திட்டத்தை திருத்தி எழுதுகிறேன். ഞാനത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് എഴുതുന്നത്. இயேசு கிறிஸ்துவின் நாமத்தினாலே அதை எழுதுகிறேன். രാജാതി രാജാവും ராஜாதி ராஜாவும் കർത്താതി കർത്താവും கர்த்தாதி கர்த்தரும் സൈന്യങ്ങളുടെ നാഥനുമായ சேனைகளின் நாதனுமாயிருக்கிற യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ இயேசு கிறிஸ்துவின் ഓ ഈ நாமத்தினாலே ജനത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. இந்த ஜனத்தின் மேல் தேவ வல்லமை ആത്മാവിൽ ആരാധിക്കുവാൻ കഴിയുന്നവർ ആത്മാവിൽ ആരാധിക്കട്ടെ. ആവിയിലെ ഈ പകലിൽ ചില രേഖകൾ തിരുത്തി എഴുതുകയാണ്. ചില തീർമാനങ്ങൾ ഇന്ന് തിരുത്തി എഴുതപ്പെടട്ടെ. ഓ ചില രോഗക്കെട്ടുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ചില വ്യാധികൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ അഴിയട്ടെ. ശത്രുവിന്റെ ചില അവകാശങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ശത്രുവിന്റെ ചില അവകാശങ്ങൾ യേശുവിൻ നാമത്തിൽ അവിൽക്കപ്പെടുവதாக. ഓ ചില കൃപാവരങ്ങൾ ഇന്ന് പകൽ ജ്വലിക്കട്ടെ. ചില കൃപൈ വരങ്ങൾ ഇന്ന് പകൽ വെളിപ്പെടുവதாக. ചില കൃപകൾ ഇന്ന് പകൽ ജനം പ്രാപിക്കട്ടെ. ചില കൃപകൾ ഇന്ന് പകൽ ജനം പെற்றுകൊള്ളുവാൻ. അത് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു തടഞ്ഞു വെച്ച ദുഷ്ടന്റെ പ്രവൃത്തിയെ ഞങ്ങൾ ഇന്ന് പകൽ തിരുത്തി എഴുതുകയാണ്. കൊടുക്ക മുടിയാതെന്ന് ചൊല്ലി ശത്രു എഴുതിന തിട്ടത്തെ ഞങ്ങൾ തിരുത്തി എഴുതുகிறோம். അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. 34-ാമത്തെ ദിവസം ചില രേഖകൾ തിരുത്തി എഴുതട്ടെ. ഓ റാം ഷോ റേ ഖേ ലീബോ കോസേ റാം ഖേ ലിമേ റൻകി മികെ സംഫേ ലേഖി ബിഖോ റികതല അൽഫി മനാ ശബ്ദോ ലോബോ സംതു ലിബി കസതല ഓ റബാനിയ മസംഫേരി ഖബാല ഖദിന. യെസ് 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 ചില തലമുറകളുടെ വഴികൾ തുറക്കപ്പെടട്ടെ. തലമുറകളുടെ വഴികൾ തുറക്കപ്പെടുവதாக. നടക്കാതെ മുടങ്ങി കിടക്കുന്ന ചില കല്യാണങ്ങൾ നടക്കട്ടെ. ആമേൻ. നടത്ത മുടിയാമ തടയപ്പെട്ടിരിക്കുന്ന ചില തിരുമണങ്ങൾ നടപ്പதாக. ഓ റഷുലാബ
മഹത്തുൽ ഭരാരികൾ ഖേമേ സേഖനി അന്തോല റബഖ. ആ ആവിയിനാൽ ഇന്ന് പകൽ ആവിയിനാൽ ചിലത് സംഭവിക്കട്ടെ. ആവിയിനാലെ ചിലത് സംഭവിപ്പதாக. ഓ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ നാമത്തിനാലെ, ഓ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം പ്രാപിച്ചവനായ പരലോകത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും വെച്ചുകൊണ്ട് നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, നസ്രയനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ചില രേഖകൾ തിരുത്തി എഴുതുന്നു. ചില നിയമങ്ങളെ തിരുത്തി എഴുതുகிறோம். ഓ റൗശല മഹത്തുൽ ബനമന ഹംതല റബന ഗലഗടഗലഗടഗസ റഗാനഗ റിയമ സേഫേരി അന്തര റേബെക ശോറിയ.